മറ്റൊരു മനോഹരമായ ദിവസം അല്ലേ? മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ആക്കൂട്ടോ. ഓക്കെ മാം, താങ്ക് യു. എപ്പോഴും പറയുന്ന പോലെ മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ചെയ്യൂ. നമുക്കൊരു എനർജറ്റിക് ആയിട്ടുള്ള സെഷനിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് there is no tomorrow എന്നുള്ളതാണ്. there is no tomorrow. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് there is no tomorrow. നാളെ എന്നത് ഇല്ല. താങ്ക് യു സോ മച്ച്. കുറെ പേര് വീഡിയോ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടോപ്പിക് എന്താണ്? there is no tomorrow. നാളെ എന്നുള്ളത് ഇല്ല. നമുക്ക് ഇന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇന്നത്തെ ദിവസത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. ചെയ്യാനുള്ളതെല്ലാം ഇന്ന് ചെയ്യണം. നാളത്തേക്ക് നീട്ടി വെക്കരുത്. ഓക്കെ, there is no tomorrow എന്നുള്ളത് ഒരു പവർഫുൾ ആയിട്ടുള്ള റിമൈൻഡർ ആണ്. നമ്മൾ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള റിമൈൻഡർ ആണ് there is no tomorrow എന്നുള്ളത്. ഓക്കെ, പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള റിമൈൻഡർ ആണ് എന്ത്? there is no tomorrow എന്നുള്ള കാര്യം. അതായത് നമ്മുടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കണം, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെക്കരുത്. ഇതിന്റെ എല്ലാം ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ലോഗൻ പോലെയാണത്. ഓക്കെ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം എന്താ പറയാ, ഇന്നത്തെ കഴിഞ്ഞ് നാളെ നോക്കാം അല്ലേ? എപ്പോഴും പറയുന്ന കാര്യമാണ് നാളെ തൊട്ട് നമുക്ക് റെഡിയാക്കാം. ഈ നാളെ എന്നുള്ളത് നീണ്ടു പോവുള്ളൂ. സ്റ്റാർട്ട് നൗ എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പൊ തുടങ്ങണം, ഇന്ന് അങ്ങനെ തുടങ്ങണം. നാളെ തൊട്ട് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ 2 ദിവസം കഴിയട്ടെ, ഇങ്ങനെയല്ല. അതിലൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. there is no guarantee for tomorrow. നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു മൊമെന്റ് ആണ്. ആ ഒരു മൊമെന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്. ആ മൊമെന്റിനെയാണ് നമ്മൾ നമ്മുടെ കൂടെ പിടിക്കേണ്ടത്. yes or no? Yes, mom. Yes. Okay. Yes, today is best. നമ്മുടെ കയ്യിലുള്ളത് ഇപ്പൊ ഉള്ളതാണ് നമ്മുടെ കയ്യിലുള്ളത്. നാളത്തേതിന് നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല, നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ പറ്റുള്ളൂ. there is no guarantee. അപ്പൊ അതിന് വേണ്ടി അതിനെ നമ്മളെ എന്താ പറയുക, ഡെയിലി നമ്മളെ അതിനെ ഫോഴ്സ് ചെയ്യുന്ന, ഇപ്പൊ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടി അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരുന്ന ഒരു സ്ലോഗനാണ് there is no tomorrow എന്നുള്ള സ്ലോഗൻ എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് അർജൻസി ആണ്. ടൈം ഈസ് ലിമിറ്റഡ്. ടൈം വളരെ ചുരുങ്ങിയ ടൈമാണ്. നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 24x7 എന്ന് പറയുന്ന ആ ഒരു സമയം, അല്ലെങ്കിൽ 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ദിവസത്തില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി സമയത്തെ മാറ്റി വെക്കണം. അത്രയും ചുരുങ്ങിയ സമയം നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിനെ ഒന്നും മിസ് ചെയ്ത് കൊടുക്കാതെ
നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു മൊമെന്റിൽ അതിനെ എടുക്കണം, നമ്മുടെ കൂടെ എടുക്കണം. അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം, അർജൻസി കൊടുക്കണം. അതായത് ഫോക്കസ് ഓൺ ടുഡേ എന്നാണ്. ഫോക്കസ് ഓൺ ടുഡേ ഇൻസ്റ്റെഡ് ഓഫ് പ്രോക്രാസ്റ്റിനേറ്റിംഗ്. പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തൊക്കെ, പ്രോക്രാസ്റ്റിനേഷൻ എന്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെക്കാതെ നമ്മൾ ഇന്നത്തെ ദിവസം, ഇന്നത്തെ ആ ഒരു മൊമെന്റ് ഫോക്കസ് ഓൺ വാട്ട് ക്യാൻ ബി അക്കംപ്ലീറ്റഡ് ടുഡേ. നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിലേക്കെല്ലാം ഫോക്കസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്ഷൻ എടുക്കാൻ പറ്റും. മുമ്പത്തേക്ക് വെക്കാതെ ഇപ്പോൾ തന്നെ ആക്ഷൻ എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ പ്ലാനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൾവേസ് പ്ലാനിങ്. നമുക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടാവില്ല, അല്ലേ? പ്ലാനിങ് എപ്പോഴും നടക്കുന്നുണ്ടാവും. എപ്പോഴും പറയുന്ന കാര്യം, ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ കാര്യമൊന്നും നടക്കുന്നില്ല. കാര്യം നടക്കാത്തത് നമ്മൾ ആക്ഷൻ എടുക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ഓക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പ്ലാനൊക്കെ റെഡി ആവട്ടെ, എല്ലാം സെറ്റ് ആവട്ടെ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ചെറിയൊരു പ്ലാനൊക്കെ വേണം. ഫുൾ ടൈം പ്ലാൻ കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്ലാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം, ആക്ഷൻ എടുക്കണം. ഷുഡ് ടേക്ക് ആൻ ആക്ഷൻ. നമ്മൾ തുടങ്ങി വെക്കണം, ആക്ഷൻ എടുക്കണം, അല്ലേ? റൈറ്റ്? Okay. യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഫോക്കസ് ഓൺ ടുഡേ. നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ ഫോക്കസ് ചെയ്യണം. ലീവ് വിത്ത് പേർപ്പസ്. എവറി ഡേ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു മൂവ് അല്ലെങ്കിൽ മോർ ക്ലോസ് ടു യുവർ ഗോൾസ്. നമ്മുടെ ഓരോ ദിവസവും നമുക്ക് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. എന്താണ് നമുക്ക് ഇന്ന് കിട്ടിയത്? ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ ഗോൾസിലേക്ക്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് അടുക്കാൻ വേണ്ടി, അതിലേക്ക് കൂടുതലായിട്ട് ആക്ഷൻ എടുക്കാൻ വേണ്ടി, വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മിസ് ചെയ്ത് കളയാതെ, നാളെ ചെയ്യാം എന്നുള്ള ഒരു കാര്യം കൊണ്ട് നമ്മൾ വിട്ട് കളയാതെ, അത് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യാം. ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ചെയ്യാം. പെർഫെക്ഷനിസത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ, എക്സ്ക്യൂസസ് കൊടുക്കാതെ, നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര എന്ത് ചെയ്യാം? ചെയ്തു തീർക്കാൻ പറ്റുന്ന അത്ര കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാം. ഈ ഒരു മൊമെന്റ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള മൊമെന്റ് ആണ്. വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതിനൊന്നും വേസ്റ്റ് ചെയ്യാതിരിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല. പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പോൾ മാറി തുടങ്ങും. ഈ ഒരു മൈൻഡ് സെറ്റിലോട്ട് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോക്രാസ്റ്റിനേഷൻ ഒക്കെ മെല്ലെ മാറി തുടങ്ങുന്നത് കാണാൻ സാധിക്കും. നമ്മൾ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ ഡേ ബൈ ഡേ എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുന്നതും നമുക്കെല്ലാം കൃത്യമായി നടക്കുന്നതൊക്കെ കാണാൻ പറ്റും. നമ്മുടെ മുന്നിലുള്ള ഒരു സ്റ്റക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ നീങ്ങി പോകുന്നതും കൃത്യമായി എല്ലാം നടക്കുന്നതും എല്ലാം കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണിത്. സോ എന്താണ്? ഒന്ന് അർജൻസി ആണ്, അടുത്തത് ഫോക്കസ് ഓൺ ടുഡേ. ഇന്നത്തെ ദിവസത്തിൽ ഫോക്കസ് ചെയ്യുക. അത് ലീവ് വിത്ത് യുവർ പർപ്പസ്. നമ്മുടെ പേർപ്പസ് എന്താണോ അതിനനുസരിച്ചിട്ട് ജീവിക്കുക. അതിനെ കൂടെ കൂട്ടി ജീവിക്കുക. ഒരാവശ്യമില്ലാതെ അല്ലെങ്കിൽ എന്തിനോ വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് മാറ്റുക. എന്തിനാ ജീവിക്കുന്നത്? എന്തിനോ വേണ്ടി ജീവിക്കുന്നു. ഇന്നെന്താ ചെയ്ത്? എന്തൊക്കെയോ ചെയ്തു. ഇങ്ങനെയല്ല. നമ്മൾ എന്താ ചെയ്യുന്നുള്ളത് നമ്മൾ അറിയണം. നമ്മൾ എന്തിനാ ജീവിക്കുന്നത് എന്നുള്ളത് അറിയണം. നമ്മുടെ പേർപ്പസ് എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്താണ്? എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാത്തിനും ഓരോ നിമിത്തം ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലേ? അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ, അപ്പൊ അതിനെ മനസ്സിലാക്കി വേണം നമ്മൾ ജീവിക്കാൻ. യെസ് ഓർ നോ? Yes, ma'am. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ.
ഓക്കെ, ദെൻ എന്താണ് നമ്മുടെ അർജൻസി, അതുപോലെ ഫോക്കസ് ഓൺ ടുഡേ, ലീവ് വിത്ത് യുവർ പേർപ്പസ്. നെക്സ്റ്റ് എന്താണ്, ഹൗ ടു അപ്ലൈ ദിസ് മൈൻഡ് സെറ്റ്. ഈ മൈൻഡ് സെറ്റിനെ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യും? ഈ മൈൻഡ് സെറ്റ് നമ്മൾ എങ്ങനെയും അപ്ലൈ ചെയ്യും? നമ്മളിപ്പോ ഈ മൈൻഡ് സെറ്റ് നമ്മുടെ കൂടെ വേണം എന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ചു. നമ്മള് there is no tomorrow എന്നുള്ളൊരു സ്ലോഗനാണ്. അത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. നമ്മൾ ഇന്നത്തെ ദിവസം ഇന്നത് ചെയ്യാനുള്ളത് വേണ്ടി മാത്രമുള്ളതാണ്, നാളത്തേക്ക് മാറ്റി വെക്കരുത് നമ്മൾ പറഞ്ഞു. ഇതിനൊക്കെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണല്ലോ, അല്ലേ? ഇതിനൊക്കെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണ്ടേ? ഓക്കെ, എന്താണ് നമ്മളെന്താണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനൊരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്താണ് അതിന്? ഒന്ന്, സെറ്റ് പ്രയോറിറ്റീസ്. നമ്മൾ പ്രയോറിറ്റീസിനെ കൊടുക്കണം. വാട്ട് ഈസ് ഇറ്റ്? സെറ്റ് പ്രയോറിറ്റീസ്. നമ്മളെ പ്രയോറിറ്റി എന്താണെന്ന് നമ്മൾ അറിയണം. സെൽഫ് അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രയോറിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. സെറ്റ് പ്രയോറിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കണം, അതിനെ സെറ്റ് ചെയ്യണം. എന്നിട്ട് ആ പ്രയോറിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഗിവ് ഇമ്പോർട്ടൻസ് ടു യുവർ പ്രയോറിറ്റീസ്. നമ്മുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണോ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, നമ്മുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണോ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അടുത്ത് ഓവർകം പ്രോക്കാസ്റ്റിനേഷൻ എന്ത് ചെയ്യുക? ഓവർകം ചെയ്ത് വരിക. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം എന്നുള്ള ഈ ഒരു പ്രോക്കാസ്റ്റിനേഷൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് നടക്കാൻ പോകുന്നില്ല. അപ്പൊ അതിനെ ഓവർകം ചെയ്യുക. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഈ ഒരു നാളെ എന്നുള്ളത് ഗ്യാരണ്ടിയേ അല്ല, നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യമാണ്. നാളെ നമ്മുടെ കയ്യിലില്ല, ഇന്നാണ് നമ്മുടെ കയ്യിലുള്ള കാര്യം ഇന്നാണ്. സോ നമുക്ക് ഇത് ഇന്ന് ചെയ്യാം. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഈ പ്രോക്കാസ്റ്റിനേഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഈ ഒരു മൈൻഡ് സെറ്റ് കയ്യിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പ്രോക്കാസ്റ്റിനേഷൻ ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഓക്കെ നമുക്ക് ഇന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതിന് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. എംബ്രേസ് ഇംപെർഫെക്ഷൻ എന്നുള്ളത് കൂടെ കൂട്ടുക. അതായത് പെർഫെക്ഷനിസം നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിവാക്കുക. എന്ത് ചെയ്യുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എങ്കിലേ അത് ശരിയാവുള്ളൂ എന്നുള്ള നിർബന്ധങ്ങളെല്ലാം ഒഴിവാക്കുക. ഇംപെർഫെക്ഷൻ ഒക്കെ നടക്കും. അപ്പൊ അതിനെ നമ്മുടെ കൂടെ പിടിക്കുക. ഇംപെർഫെക്ഷൻ എന്നുള്ളത് ഇറ്റ്സ് ഓക്കെ, എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു മൊമെന്റിന് വേണ്ടി, റൈറ്റ് ടൈമിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് ടൈം ഇനിയും വരും എന്നുള്ള പ്രതീക്ഷ നമ്മൾ വീണ്ടും കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ റൈറ്റ് ടൈം എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇതാണ് പെർഫെക്റ്റ് ആയിട്ട് എല്ലാം അങ്ങനെ കംപ്ലീറ്റ്ലി ബിയോണ്ട് പെർഫെക്റ്റിലോട്ട് പോവാതെ നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ എക്സ്ട്രീം ലെവല്, മാക്സിമം ലെവല് നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ റൈറ്റ് ടൈം. ഇനി ഇതിലും നല്ലൊരു സമയം വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ നമ്മുടെ കൂടെയുള്ള സമയമാണ് ഏറ്റവും നല്ലൊരു സമയം എന്ന് വിശ്വസിച്ചിട്ട് ഇന്ന് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. സോ എന്താണ്? എംബ്രേസ് ഇംപെർഫെക്ഷൻ. ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ടൈം. അടുത്തെന്താണ്? ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ടൈം. നമ്മുടെ ടൈമിന്റെ കൺട്രോള് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, കൃത്യമായി പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ ഒരു സമയം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഡിസ്ട്രാക്ഷനിലോട്ടൊന്നും പോവാതെ, വെറുതെ ഒരു സമയം വേസ്റ്റ് ആയി പോവാതെ, നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തെ പറ്റി ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഈ ഒരു സമയം എന്റെ നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ, എന്തിനൊക്കെയാണ് ഇത് പോകുന്നത്, എന്തൊക്കെയാണ് ഇത് പറ്റുന്നത്, ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങൾ. ഈ ഡിസ്ട്രാക്ഷൻസും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നത്, എല്ലാവരുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. സോ അതിനെ മാറ്റിയെടുക്കുക, അതല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ മൈൻഡ് സെറ്റിലോട്ട് വരിക എന്നുള്ളത് കുറച്ച് സമയം നമുക്ക് ചലഞ്ചിങ് ഒക്കെ ആയിരിക്കും. പക്ഷെ അതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകും. പിന്നെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും.
അതിന് നമ്മൾ പ്രയോറിറ്റീസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻസ് എന്താണോ അതിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഡിസ്ട്രാക്ഷനിലോട്ടൊന്നും പോവില്ല. കാരണം അത് നമ്മുടെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്, പ്രയോറിറ്റിയാണ്, നമ്മുടെ ആവശ്യമാണ്. അപ്പൊ അതിനെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് പ്രയോറിറ്റി ബേസ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഡിസ്ട്രാക്ഷൻസ് വരില്ല. യെസ് ഓർ നോ? യെസ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാട്ടോ, മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാം. യെസ്, താങ്ക് യു. അടുത്തത് എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണ്. അപ്രീഷിയേറ്റ് ദ പ്രസന്റ് മൊമെന്റ്. നമ്മുടെ ഇപ്പോഴുള്ള നമ്മുടെ മൊമെന്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മളെപ്പോഴും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുക, എല്ലാത്തിനെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ ഇമ്പോർട്ടൻസിനെ തിരിച്ചറിയുക. നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വാല്യുബിൾ ആയിട്ടുള്ള ദിവസമാണ്. കഴിഞ്ഞത് കഴിഞ്ഞു, നാളത്തേതിന് നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല, ഉറപ്പൊന്നുമില്ല. പ്രതീക്ഷിക്കാം, ഗ്യാരണ്ടി ഒന്നുമില്ല. നാളത്തെ ദിവസം എന്നുള്ളത് ഗ്യാരണ്ടി ഇല്ല. കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് പ്രസന്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ആ ഒരു മൊമെന്റിനെ എത്രത്തോളം വാല്യുബിൾ ആയി, എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ എന്നുള്ളതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് നമ്മുടെ കയ്യിൽ നിന്ന് വേസ്റ്റ് ആയി പോയി. ഈ മൊമെന്റ് നമ്മുടെ കയ്യിലുള്ള മൊമെന്റ് ആണ്. അത് നമ്മുടെ കയ്യിൽ നിന്ന് വേസ്റ്റ് ആയി പോയിട്ടാവരുത് നമ്മൾ പരാതി പറയുന്നത്. എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, എന്നെ കൊണ്ടത് സാധിച്ചില്ല, ഞാൻ അത് ചെയ്തില്ല എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞു പോയൊരു മൊമെന്റ് ആണ്. ആ ഒരു മൊമെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതായിരുന്നു. അത് നമ്മൾ വേണ്ട വിധം യൂട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കത് നഷ്ടപ്പെട്ടു പോയത് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മൊമെന്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. സോ കഴിഞ്ഞത് കഴിഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞു. അതിനെപ്പറ്റി പരാതി പറയാതിരിക്കുക. നാളത്തെ ദിവസം എന്നുള്ളത് ഗ്യാരണ്ടി ഉള്ള ദിവസം ഒന്നല്ല. സോ നാളത്തെ ദിവസത്തിന് എന്ത് ചെയ്യരുത്, ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിട്ട് നാളെ ചെയ്യാം എന്നുള്ള രീതിയിലോട്ട് ഇന്ന് കംപ്ലീറ്റ്ലി മാറ്റി വെക്കരുത്. ഇന്ന് വർക്ക് ചെയ്യണം, നാളത്തോട്ട് പ്രതീക്ഷ കൊടുക്കണം, അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇന്ന്, ഇപ്പോ പ്രസന്റ് നമ്മുടെ കയ്യിലുള്ള മൊമെന്റ് ആണ്. നാളെ എന്തും സംഭവിക്കാം. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പ്രസന്റ് മൊമെന്റിന് നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇപ്പോൾ ഉള്ള ഓപ്പർച്യൂണിറ്റീസിനെയും എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നന്ദി പറയും തോറും നന്ദി പറയാനുള്ളതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. പരാതി പറയും തോറും പരാതി പറയാനുള്ള എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ പരാതി പറയാനുള്ളതിന്റെ കാരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് നന്ദി പറയല്ലേ നല്ലത്, അല്ലേ? നമുക്ക് അതിനുള്ള കാര്യങ്ങളല്ലേ കൂടുതലായിട്ട് വേണ്ടത്, അനുഗ്രഹങ്ങളല്ലേ കൂടുതലായിട്ട് വേണ്ടത്. അപ്പൊ അനുഗ്രഹങ്ങളെ എപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അനുഗ്രഹങ്ങളെ എപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുക. സോ എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. സെറ്റ് പ്രയോറിറ്റൈസ് ചെയ്യുക. പ്രോക്രാസ്റ്റിനേഷനെ ഓവർകം ചെയ്യുക. ഇംപെർഫെക്ഷനെ എംബ്രേസ് ചെയ്യുക. അല്ലേ? നമ്മുടെ ടൈമിനെ നമ്മുടെ കൺട്രോളിലാക്കുക. സമയം വെറുതെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാം. ഡിസ്ട്രാക്ഷൻസ് പല രീതിയിൽ വരും. ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വഴിയായിരിക്കും വരിക, ചിലപ്പോൾ നമ്മൾ ആപ്പിൽ എന്ത് ചെയ്യായിരിക്കും, സ്ക്രോൾ ചെയ്ത് നമ്മുടെ സമയം മുഴുവൻ പോകുന്നത് നമ്മൾ അറിയുന്നുണ്ടാവില്ല. ഒരു റീലിൽ നിന്ന് മറ്റൊരു റീലിലോട്ട് കടന്നു പോയിക്കൊണ്ടേ ആയിരിക്കും. ഈ നടക്കുന്നതെല്ലാം റിയലാണ് എന്നുള്ളൊരു ധാരണയും ഉണ്ടായിരിക്കും. ദേ ആർ മേക്കിംഗ് മണി. അവരെന്ത് ചെയ്യാണ്, അവരവരുടെ ജോലിയാ ചെയ്യുന്നത്. അവര് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തുന്നത്. കുറച്ച് സമയമൊക്കെ വേണം, പക്ഷെ ഒരുപാട് സമയം നഷ്ടപ്പെടുന്ന രീതിയിലായിട്ട് അതിലോട്ട് ഇൻവോൾവ് ആവുമ്പോൾ നമുക്ക് നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോകുമെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. നല്ല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, നല്ല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി,
പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടാവാൻ വേണ്ടി. അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് കുറച്ച് സമയം, അതിനൊക്കെ ഒരു സമയമുണ്ട്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കാനുള്ളതല്ല ഈ ഡിസ്ട്രാക്ഷൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ചില സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമും ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് വിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് റീസൺ. ബിക്കോസ് നമ്മുടെ ഒരു ദിവസത്തിന്റെ പകുതി മുക്കാൽ സമയം റീൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോവുകയാണ് എന്നുള്ള ഒരു വിഷയം കാരണം ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്ത് മാറ്റി വെച്ചിട്ട് അപ്പൊ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുണ്ട്, നമുക്ക് സമയമുണ്ട്, നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്നില്ല, നമ്മൾ മറ്റുള്ളതിലോട്ടൊന്നും ഡിസ്ട്രാക്ട് ചെയ്ത് പോകുന്നില്ല, നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് കൂടെ ഉണ്ടാകുമ്പോൾ സാധിക്കുന്നില്ല എന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് മാറ്റി വെക്കുക. എന്നിട്ട് വീക്ക്ലി വൺസ് നമുക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് ആ സമയത്ത് മാത്രം അത് ഓൺ ചെയ്തിട്ട് നമുക്ക് അതിലുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം, ആ രീതിയിലോട്ട് മാറ്റാം. ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള ചിലവർ എന്ത് ചെയ്യുന്നോ, മൊബൈൽ ഫോണിൽ നിന്ന് ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് മാറ്റും. കാരണം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ഇത് ആവശ്യമാണ് എന്നുണ്ട്. പക്ഷെ എപ്പോഴും ഈ ഒരു രീതിയിൽ സ്ക്രോളിങ് കാര്യങ്ങൾ നടക്കുകയാണ്, ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്നും ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യും, ഈ സാധനത്തിനെ അവിടെ ഒഴിവാക്കും. എന്നിട്ട് ലാപ്ടോപ്പിലോ ഐപാഡിലോ ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ ആ ഒരു സമയം ഫുൾ ടൈം നമ്മൾ അവിടെ ഇരിക്കില്ല. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് പോലെ നമ്മൾ ലാപ്ടോപ്പിലും ഐപാഡിലും ഒന്നും ഇരിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ അവർ യൂസ് ചെയ്യും. അപ്പൊ അവരുടെ ആ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അത് ഓപ്പൺ ചെയ്യും. അവരത് സ്റ്റോറി അപ്ലോഡ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് ഇറങ്ങി വരും. ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം റീല് സ്ക്രോൾ ചെയ്യുന്നതിലോട്ട് എന്ത് ചെയ്യില്ല, അവർ പോവില്ല. അതിനു വേണ്ടി അവർ മൊബൈൽ ഫോണിൽ നിന്നും ഈ സാധനം ഒഴിവാക്കിയിടും. അത് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്, ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ്. സംടൈംസ് മൊബൈൽ ഫോൺ എന്ത് ചെയ്യും, ഡോണ്ട് ഡിസ്റ്റർബ് മോഡിലോട്ട് ആക്കിയിടുന്നത് കാണാം അല്ലേ? സൈലന്റ് മോഡിലോട്ട് ആക്കിയിടുന്നത് കാണാം. കാരണം ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോഴാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിലേക്ക് പോകുന്നത്. നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുമ്പോഴാണല്ലോ നമ്മൾ പോകുന്നത്. ദെൻ സൈലന്റ് മോഡിലോട്ട് ആക്കിയിടാം, അല്ലെങ്കിൽ ഡോണ്ട് ഡിസ്റ്റർബ് മോഡിലേക്ക് ആക്കിയിടും. ഈ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ സമയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോവാനുള്ള ചാൻസ് ഉള്ള മേഖലയെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റും. അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട് മാം. അത് ഈ കൂടുതലായിട്ട് ഈ Yes. മൊബൈൽ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മൊബൈല് ഒരു ഓഫാക്കിയിട്ട് 2-3 മണിക്കൂർ ഓഫാക്കിയിട്ടിട്ട് അത് പിന്നെ നമ്മൾ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. റീഡിങ് ഇപ്പൊ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഈ മൊബൈൽ ഒഴിവാക്കുന്ന സമയത്ത്. Yes. Yes. ഓക്കെ. മൊബൈൽ ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലൂടെ നടക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കിത് ആവശ്യമായിരിക്കും, നമുക്ക് സോഷ്യൽ മീഡിയാസ് ആവശ്യമുള്ളതായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ മൊബൈൽ ഫോണിൽ നിന്നും കുറെ മാറ്റി നമുക്ക് ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഐപാഡോ ഒക്കെ ആക്സസിബിൾ ആണെങ്കിൽ അതിലൂടെ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ട്രാക്റ്റഡ് ആവാതെ ഇരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. നമ്മുടെ ജോലിയാണത്, നമ്മുടെ വർക്കാണത്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചാൽ മതി. നമ്മുടെ സമയത്തെ കൊല്ലുന്ന രീതിയിൽ ചെയ്യാതെ നമ്മുടെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഉറപ്പുണ്ടായാൽ മതി. ഡിസ്ട്രാക്ഷൻസിലോട്ട് പോവില്ല, നമ്മുടെ സമയത്തെ കൊല്ലാൻ നമ്മൾ അനുവദിക്കില്ല എന്നുള്ള ഒരു ഗട്സ്, ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെയുള്ള രീതിയിലുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയും സ്മൂത്ത് ആയിട്ട് നടക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാനൊക്കെ പൊതുവെ ചെയ്യാറുള്ളതാണ്, ഫോൺ സൈലന്റിലാക്കി ഇടും.
ആ ഒരു സമയം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട് എന്ന് തോന്നുന്ന സമയമാണെങ്കിൽ ഫോൺ സൈലന്റ് മോഡിലോട്ട് ആക്കിയിടുക എന്നുള്ളത് ചെയ്യാറുണ്ട്. കാരണം നോട്ടിഫിക്കേഷൻ സൗണ്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്കതിന് റിപ്ലൈ കൊടുക്കാനോ നമുക്കതിന് നോക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ആ ഒരു സമയത്ത് നമുക്ക് നോക്കുന്ന രീതിയിലൊക്കെ സൈലന്റ് മോഡിലൊക്കെ ആക്കിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കാര്യം കുറച്ചും കൂടി ഈസി ആയിട്ട് നടക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെർച്ച് ഫീഡൊക്കെ ആണെങ്കിലും ഇതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടാകുക. അപ്പൊ അതേ സാഹചര്യത്തിൽ വെറുതെ സ്ക്രോൾ ചെയ്ത് പോവാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യണം. അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് മാറ്റി വെച്ചു. അതല്ലാതെ ജസ്റ്റ് കാണുന്നതിനെല്ലാം എല്ലാ ഫീഡും കയറി നോക്കുക, അതെല്ലാം വാച്ച് ചെയ്യുക എന്നുള്ളത് മാറ്റിയിട്ട് ഈ രീതിക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ രീതിക്കൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. യെസ്, വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പറയുന്നുണ്ട്. വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ വാട്സപ്പിലൊക്കെ ആണെച്ചാലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അല്ലേ? നോട്ടിഫിക്കേഷൻ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. then അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കുറെ നോട്ടിഫിക്കേഷൻസ് വരും, നമുക്ക് ഇതെല്ലാം നോക്കാനുള്ള ഒന്നും വലിയ ഇതില്ല. അപ്പൊ അപ്പോഴും അതിൽ തന്നെ ഇരിക്കേണ്ടി വരും. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമൈസ് ചെയ്ത് വെക്കും. then അത് കേൾക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ആ ഒരു മെസ്സേജ് ആണ്. നമുക്ക് അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളായിരിക്കാം, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതിനു വേണ്ടി നമ്മൾ കസ്റ്റമൈസ് ചെയ്താക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തു വെക്കും. അങ്ങനെ ചെയ്തു വെക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ അറിയാം ഇന്ന ആളാണ്, ഇന്ന മെസ്സേജ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ വരുന്നത് എന്നുള്ളൊരു ക്ലിക്ക് നമുക്ക് ഉണ്ടാവും. നമ്മൾ അങ്ങോട്ട് പോകും. അതല്ലാത്ത സമയം നമുക്ക് അത് വിടാം. അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതും നല്ലൊരു ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താണ്, അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ടൈം നമ്മുടെ കൺട്രോളിൽ ഉണ്ടാവും. നമ്മുടെ കൺട്രോളിൽ ഈ ഒരു കാര്യങ്ങൾ ഡിസ്ട്രാക്ഷൻസിലോട്ട് പോവാതെ നമ്മുടെ നിലവിലുള്ള നമ്മുടെ സമയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും, നമ്മുടെ ടൈം ഉണ്ടായിരിക്കും. നമ്മുടെ കൺട്രോളിൽ ആ ഒരു സമയം ഉണ്ടായിരിക്കും. നമുക്ക് വല്ലാതെ ഇത് നഷ്ടപ്പെട്ടു പോവില്ല. നമുക്ക് കുറച്ചും കൂടി കസ്റ്റമൈസ് ചെയ്ത് അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് വാല്യൂ കൊടുത്ത് നമുക്ക് ഓരോ ദിവസത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, ദെൻ എന്താണ് ആക്ഷൻസ് ഫോർ ടുഡേ? നമുക്ക് അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കംപ്ലീറ്റ് വൺ ഇമ്പോർട്ടന്റ് ടാസ്ക് ടുഡേ ദാറ്റ് യു ഹാവ് ബീൻ പോസ്റ്റ്പോൺ. നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാൻ സാധ്യതയുള്ള നമ്മുടെ ഒരു വർക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം. നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യരുത്. അത് ഇന്ന് തന്നെ ചെയ്ത് തീർക്കുക എന്നുള്ള രീതിയിലോട്ട് പോവുക. പിന്നെ നമ്മൾ ചെയ്യും എങ്ങനെയെന്ന്, ഒരു നിവൃത്തിയില്ല എന്ന് കാണുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക തന്നെ ചെയ്യും. നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യും. നമ്മുടെ മുന്നിൽ നാളെ ഉണ്ട്, സമയമുണ്ട് എന്നുള്ള ഒരു തോന്നലാണ്. നാളത്തെ സമയം നമ്മുടെ കയ്യിലില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് തന്നെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും അതെന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. പോസ്റ്റ്പോൺ ചെയ്യാൻ നിൽക്കില്ല നമ്മള്. അപ്പൊ ആ ഒരു തോന്നലാണ് നമ്മളെ ഇങ്ങനെ മടിയന്മാരാക്കുന്നത് അല്ലേ? സമയമുണ്ടല്ലോ. ആ സമയം ഉണ്ടല്ലോ എന്നുള്ള ചിന്ത മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മടിയന്മാരല്ലാതിരിക്കും. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ നീട്ടി വെക്കുന്നത്. നാള് കഴിയട്ടെ നാളെയാവട്ടെ, നാളേക്കു നാളെ നീ നീളം വിട്ടാട്ടെ. ഓക്കെ, ഗ്രേറ്റ്. ഇന്നലെ സാറ് ഈ പറഞ്ഞ പോലെ ഒരു കവിത ചൊല്ലിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആരോ അതിന്റെ ലിറിക്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സാറ് ലീവ് ചെയ്ത് പോയി. അത് അൽ മവാഹിബുൽ ജലിയ, തഅവയുടെ ഒരു സമാഹാരമുണ്ട്. അതിൻ്റെ അകത്തുള്ള വരികളാണ് ഞാൻ ഇന്നലെ പാടിയത്. ഓക്കെ, നല്ല അറിവുകളാണ് നമുക്ക് ഓരോ ദിവസം ലഭിക്കുന്നത് അല്ലെ? പുതിയ കാര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
ഒരുപാട് അൽഹംദുലില്ലാ. കഴിവുള്ള ആളുകളെ കാണാൻ സാധിക്കുന്നു. അൽഹംദുലില്ലാ. നമുക്ക് ഒരുപാട് കഴിവുള്ള ആളുകളെ കാണാൻ സാധിക്കുന്നു. പല മേഖലയിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് വരുന്നു. എല്ലാവരുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വേണം. സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. അല്ലേ? പ്രസന്റ് മൊമെന്റിൽ ജീവിക്കണം. നമ്മൾ ജീവിക്കുന്ന ലൈഫിന് ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നുള്ള ഒരു വാല്യൂ എത്രത്തോളം എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എത്രത്തോളം ഇനിയും മനോഹരമാക്കാൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ലേ? സാറിന് അതൊന്ന് ഇവിടെ കമന്റ് ചാറ്റ് ബോക്സിൽ റൈറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. ആ ഒരു ഇന്നലെ ചൊല്ലിയ കവിത. ആ കവിത തന്നെയാ ചോദിക്കുന്ന, അല്ല അതിന്റെ പുസ്തകത്തെ Yes. പറ്റി? അല്ല, ഇന്നലെ എഴുതിയ ആ വരികൾ മാത്രം, 4 വരി. ഓക്കെ. ഓരോ മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അല്ലെ? ഇതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമാണ്. നമ്മൾ ഇതിലേക്ക് വന്ന് നമ്മൾ മുൻകൈ എടുത്ത് നമ്മൾ മുന്നോട്ട് ഇറങ്ങിയത് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം സാധിക്കുന്നത്. നമ്മളൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ലഭിക്കില്ലല്ലോ. എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. നീട്ടി വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല. സ്റ്റാർട്ട് ചെയ്താലേ എല്ലാം നടക്കുള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എവിടെയും സ്റ്റക്ക് ചെയ്ത് നിൽക്കാൻ പാടില്ല, അല്ലേ? Yes or no? Okay, ma'am. Okay. Yes. അടുത്തത് എന്താണ്? നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിലാണ്. ഹെൽത്തിന്റെ കാര്യത്തിൽ, അതായത് ഈ ഒരു ആക്ഷൻ നമ്മൾ ഇന്ന് എടുക്കുകയാണെങ്കിൽ 3 തരത്തിൽ എങ്ങനെ ഈ ആക്ഷൻസിന് മുന്നോട്ട് കൊണ്ടുപോകാം. ഒന്ന്, വർക്കിലാണെങ്കിൽ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാൻ സാധ്യതയുള്ള വർക്കിനെ നമ്മൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കാം. അടുത്തത് എന്താണ്? ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിൽ സ്റ്റാർട്ട് ഹെൽത്തി ഹാബിറ്റ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ് എന്ത് ചെയ്യാം? ഇന്ന് തന്നെ തുടങ്ങാം. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ചിലപ്പോൾ ഒരു അരമണിക്കൂർ നടക്കുന്നതായിരിക്കും. ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും. ഡയറ്റിന്റെ കാര്യമൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും ഓക്കെ നാളെ ചെയ്യാൻ സമയമുണ്ടല്ലോ, ചെയ്യണം എന്നുണ്ടാവും, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവില്ല. സ്റ്റാർട്ട് ടുഡേ, ഇപ്പോ ചെയ്യാം. ജസ്റ്റ് ഒരു 1 വീക്ക് പ്ലാനർ തയ്യാറാക്കാം. അതിലൂടെ നമുക്കത് കൊണ്ടുപോവാം. എന്നാൽ അത് അങ്ങനെ പോയിക്കോളും. അതേസമയം നീട്ടി വെക്കും തോറും എന്ത് ചെയ്യില്ല, നമുക്ക് അതിലേക്ക് കാലെടുത്ത് വെക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. നീട്ടി വെക്കും തോറും ഓരോ റീസൺ ഉണ്ടായിരിക്കും വീണ്ടും വീണ്ടും നീട്ടി വെക്കാൻ. ഒരു റീസണും ഒരു എക്സ്ക്യൂസസിനെയും ബോധർ ചെയ്യാതെ നമ്മൾ ഇന്ന് ഈ ഒരു മൊമെന്റിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്കിത് നീട്ടി വെക്കാതെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ, മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ ടെക്നോളജീസ് എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഡെയിലി പ്ലാനേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യണം, മാക്സിമം യൂസ് ചെയ്യണം. പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി ഒരു 1 വീക്ക് പ്ലാന് നമുക്ക് വേണം, ഒരു ഡയറ്റ് പ്ലാന് നമുക്ക് വേണം. കുറെ ആലോചിച്ച് നിൽക്കണം, കുറെ കാര്യങ്ങൾ നോക്കണം. ജസ്റ്റ് ChatGPT പോയിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി, ക്രിയേറ്റ് എ 1 വീക്ക് ഡയറ്റ് പ്ലാൻ. അതങ്ങനെ വന്നു പോകും. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഒരു പ്രോംപ്റ്റിന് എന്ത് ചെയ്യും, ആൻസർ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പം. അതിനെ ഒന്ന് എന്ത് ചെയ്താൽ മതി, ഫിൽറ്റർ ചെയ്തെടുത്താൽ മതിയോ.
അത്രയും നമുക്ക് എന്താണ് ടെക്നോളജീസ് നമ്മുടെ കയ്യിലുണ്ട്. അത്രയും ടെക്നോളജീസ് നമ്മുടെ കയ്യിലുണ്ട്. ഏതൊരു കാര്യത്തിനും നമുക്ക് അങ്ങനെ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നുന്നതിനെല്ലാം നമുക്ക് ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും. ദെൻ പിന്നെ എന്തുകൊണ്ട് നമുക്കതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ള ഒരു വിൽ പവർ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ? സ്വർണോ അടുത്തത് എന്താണ്? റിലേഷൻഷിപ്പിന്റെ കാര്യമാണ്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇതേപോലെ തന്നെ റീച്ച് ഔട്ട് ടു സംവൺ ഇമ്പോർട്ടൻറ്റ്. ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് ടൈം. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചേരണം. നമ്മൾ പെർഫെക്റ്റ് ടൈം എത്തട്ടെ, സമയമാവട്ടെ, കുറച്ച് കഴിയട്ടെ, നാളെ പോകാം, നാളെ വിളിക്കാം, 2 ദിവസം കഴിയട്ടെ, ഇങ്ങനെയല്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ വർക്കിന്റെ പിന്നാലെ, നമ്മൾ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ പലരും നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ആളുകൾ നമ്മളെ മറന്നു പോകുന്നു. അവർക്ക് പ്രയോറിറ്റി കൊടുക്കാറില്ല. അവർ എടുക്കുന്ന കോൾ എടുക്കാറില്ല. അവർ വിളിക്കുമ്പോൾ കോൾ എടുക്കാറില്ല. അല്ല, അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ എത്താറില്ല. നമ്മൾ അവൈലബിൾ ആവാറില്ല. ചോദിച്ചു കഴിഞ്ഞാൽ തിരക്കാണ്. യെസ്, തിരക്ക് തന്നെയാണ്. ആയിരിക്കില്ല, അല്ല തിരക്കല്ലാത്തൊരു സമയം ഉണ്ടായിരിക്കില്ല, തിരക്ക് തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം, പ്രയോറിറ്റൈസ് ചെയ്യണം. നാളത്തേക്ക് മാറ്റി വെക്കുമ്പോൾ നാളെ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ, ഗ്യാരണ്ടി ഇല്ലല്ലോ. സോ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സമയങ്ങൾ, അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സമയങ്ങളിലെല്ലാം നമ്മളെ കൂടെ ഉണ്ടാവേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ കൂടെ ഉണ്ടാവാൻ മാക്സിമം ശ്രമിക്കണം. കുറെ അങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചില റൈറ്റപ്പുകളിലും ഈ പറഞ്ഞ പോലെ ചിലവരുടെ അനുഭവങ്ങളിലും എല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. കോള് വരുന്നുണ്ടാവും, ചില സമയത്ത് തിരക്ക് കാരണം ആ കോൾ എടുത്തിട്ടുണ്ടാവില്ല. കുറച്ച് കഴിയട്ടെ പിന്നെ വിളിക്കാമെന്ന് കരുതിയിട്ട് ആ കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കോൾ എടുക്കാതിരുന്നിട്ടുണ്ടായിരിക്കും. ദെൻ പിന്നെ കേൾക്കുന്നത് അവരിനി ഇല്ല എന്നുള്ള സത്യമാണ്. അത് ലൈഫ് ലോങ് വേട്ടയാടുന്ന ഒരു മൊമെന്റ്. എത്രത്തോളാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അവർക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണ്, എപ്പോഴും വിളിക്കുന്നതാണ്, അല്ലെങ്കിൽ അത്രയും നമ്മുടെ ലൈഫിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ ആ ഒരു മൊമെന്റിൽ തിരക്ക് കാരണം ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ അവർക്ക് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നോക്കാം, പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിലോട്ട് മാറ്റി വെക്കും. ദെൻ കുറച്ച് സമയം നമ്മളെല്ലാം കാമായി ഫ്രീ ആയതിനു ശേഷം നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി വെച്ച് നമ്മൾ പിന്നെ ഫോൺ എടുത്ത് നോക്കുമ്പോഴേക്കും അവർ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള സത്യം അപ്പോഴായിരിക്കും അറിയുന്നുണ്ടാവുക. അങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ വി ഡു? നമ്മളെ കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എപ്പോഴും വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി എന്തായിരിക്കും അവർക്ക് പറയാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരിക്കുക, അവർക്ക് എന്തായിരിക്കും പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കുക. നമ്മൾ ആ ഒരു മൊമെന്റ് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ വിഷമിക്കേണ്ടി വരില്ലായിരുന്നു. ഇതെല്ലാം ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് പേരുടെ അനുഭവങ്ങളിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നോ വേർഡ്സ്, ഒന്നും പറയാനില്ല, ഒന്നും പറയാൻ സാധിക്കില്ല. നമ്മൾ സ്റ്റക്കായി പോകുന്ന കുറെ മൊമെന്റ്സ് ആണ് അതെല്ലാം. അങ്ങനത്തെ മൊമെന്റ്സ് ഇല്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾക്ക്, അതെ, ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഓർമ്മ പോലും ഇല്ലാത്ത തിരക്കുള്ളവരുണ്ട്. അവരങ്ങനെയാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാൻ വെയിറ്റ് ചെയ്യാതെ അങ്ങോട്ടേക്കും പോകാം. പരാതിയാണ്, വിളിച്ചില്ലല്ലോ, ചോദിച്ചില്ലല്ലോ, നോക്കിയില്ലല്ലോ, നമ്മൾ അങ്ങോട്ടേക്കും ചെന്നില്ലല്ലോ എന്നുള്ളത് വേറൊരു സത്യമല്ലേ. നമ്മൾ അങ്ങോട്ടേക്കും വിളിച്ചില്ല, നമ്മൾ അങ്ങോട്ടേക്കും പോയില്ല, അവരെയും നമ്മൾ അന്വേഷിച്ചില്ല എന്നുള്ളത് സത്യമാണ്. നമ്മൾ പരാതി പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഒരുപോലെ നമ്മൾ എല്ലാത്തിനും എഫേർട്ട് ഇട്ട് കൊടുത്താലേ ഇതെല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കുകയുള്ളൂ. ഒരാള് വിളിക്കുന്നുണ്ടെങ്കിൽ മറ്റേ ആള് ഫോൺ എടുത്തിരിക്കണം. ഇനി ഒരാള് വിളിക്കുന്നില്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള ആള് വിളിച്ചിരിക്കണം. ഈ രീതിയിൽ ഒരു കണക്ഷൻ പോണം.
ഇന്ന ആൾ ഇങ്ങോട്ടേ വിളിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേ വിളിക്കാം, ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും ആവാം. നമ്മൾ അതിനെ പ്രയോറിറ്റീസ് കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫോണിനെ പിക്ക് ചെയ്യുക, അവർക്ക് ആൻസർ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യാതിരുന്നിട്ട് പിന്നെ നമ്മൾ അതിന് റീസണിങ് കൊടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലല്ലോ. Yes or no? എന്താ എല്ലാരും സൈലന്റ് ആയി പോയത്? യെസ്, ഭയങ്കരമായിട്ട് സൈലന്റ് ആയി പോയി. തിരക്കിലായി പോയതാ. ഓക്കെ ഓക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്, റേറ്റിംഗ് ഉണ്ട് അതിന്റെ ഇടയിൽ. ഓക്കെ 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 യെസ്. സൈലന്റ് ആയി പോകുമ്പോ എങ്ങനെയാന്നോ, ഈ പറഞ്ഞ പോലെ നമ്മളൊരു റേഡിയോ പോലെ ഫീൽ ചെയ്തോണ്ടിരിക്കും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ഷൻ നടക്കുമ്പോഴേ കുറച്ചും കൂടി സ്മൂത്ത് ആവുള്ളൂ. ഓക്കെ മാം, സോറി. ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ. ഓക്കെ ദെൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യം വരുമ്പോ നമുക്ക് അങ്ങനെയാണ്. നമ്മളിപ്പോഴും പരാതി പറയണം, അവര് വിളിച്ചില്ല, അവര് വന്നില്ല, അവര് പോയില്ല. അതെ, നമ്മളും അങ്ങോട്ട് ചെയ്തിട്ടില്ലല്ലോ, നമ്മളും അങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ, നമ്മളും അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ പോകണമെന്നെങ്കിൽ നമ്മൾ പോകണം. അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട വാല്യുബിൾ ആയിട്ടുള്ള സമയത്തെ നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിമിഷത്തെ നമ്മൾ എംബ്രേസ് ചെയ്യണം, അവരുടെ കൂടെ നിൽക്കണം. അത് നമുക്ക് നാളെ ചെയ്യാമെന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൊമെന്റ് അവരുടെ കൂടെ അപ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു മൊമെന്റ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് ബന്ധങ്ങൾ ദൃഢമാവാൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ല, അവരിങ്ങോട്ട് വരട്ടെ ബന്ധങ്ങൾ എന്ന് കുറച്ചുകൂടി വാശി ദൃഢമാവുന്നത് പിടിച്ചിരുന്നാലും കാണാൻ സാധിക്കും. ശരിയല്ല മാഡം? യെസ്, അല്ല, അവരിങ്ങോട്ട് അതെ, വരട്ടെ എന്ന് ഇങ്ങോട്ട് വാശി ആ പിടിച്ചിരുന്നാൽ നമുക്ക് ആ വാശിയും കൊണ്ട് ഇരിക്കലേ ഉണ്ടാവും. കാലാകാലം ആ വാശിയിൽ ഇരിക്കലേ ഉണ്ടാവും. അതേസമയം നമ്മള് അതെ അങ്ങോട്ട് പോയിട്ടാണ് നമ്മൾ അങ്ങോട്ട്, ഇപ്പൊ സ്നേഹത്തിനെ പറ്റി പറയുമ്പോ സ്നേഹം അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടും എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെയാണ്, നമ്മൾ അങ്ങോട്ട് അതെ കൊടുക്കുന്നത് മാത്രമേ നമുക്ക് ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. അതെ, കൊടുക്കുന്നതേ തിരിച്ചു കിട്ടുള്ളൂ. നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കാതെ, നമ്മൾ അങ്ങോട്ടേക്ക് എഫേർട്ട് എടുക്കാതെ, ഇങ്ങോട്ടേക്ക് വരുന്നില്ല, ഇങ്ങോട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അങ്ങനെയല്ലെങ്കിൽ, അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല, അങ്ങോട്ടേക്ക് എഫേർട്ട് കൊടുക്കുന്നില്ല, നമ്മൾ അങ്ങോട്ടേക്ക് യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പരാതി പറയാൻ നിൽക്കരുത്. പിന്നെ ഒരു പരാതിയും പറയാൻ നിൽക്കരുത്. യെസ് യെസ്. നമ്മൾ അങ്ങോട്ടേക്ക് അത്രയും എഫേർട്ട് ഇട്ട് കൊടുത്ത് എന്നിട്ട് അവർ ആൻസർ ചെയ്യുന്നില്ല, അതിനനുസരിച്ചിട്ടുള്ളതൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്, എനിക്ക് കിട്ടുന്നത് ഇങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ നമ്മളൊന്നും ചെയ്യാതെ ഇങ്ങോട്ടേക്ക് വേണമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ തിരിച്ച് ഇങ്ങോട്ടേക്കും കിട്ടുള്ളൂ. അല്ലേ? നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും കിട്ടുള്ളൂ. ഒന്നും അല്ലാതെ നമുക്കൊന്നും ഒരിക്കലും തിരിച്ചിങ്ങോട്ടേക്ക് കിട്ടാൻ പോകുന്നില്ല. റിലേഷൻഷിപ്പ്, ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ വേണ്ടി ഏറ്റവും ആവശ്യമുള്ള കാര്യവും അത് തന്നെയാണ്. ഇനി പഠിക്കുന്നതിന്റെ കാര്യത്തിലാണ്, നമുക്ക് ഡെയിലി ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ എങ്ങനെ ഓക്കെ, താങ്ക് യു സോ മച്ച്.
ഹാവ് എ നൈസ് ഡേ, ഹാവ് എ വണ്ടർഫുൾ ഡേ. ഓക്കെ, then എന്താണ് നമ്മൾ പഠിക്കുന്നതിന്റെ കാര്യത്തിലാണെങ്കിൽ, ലേണിംഗിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ പിക്കപ്പ് എ ബുക്ക്. ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്കില്ലാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് പിക്ക് ചെയ്യുക. നമ്മൾ ഡിലേ ചെയ്യാതെ അതിനെ നമുക്ക് ഇന്ന് തന്നെ നമുക്ക് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം. ബുക്ക് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്, അത് ഇന്ന് തന്നെ നമ്മുടെ കയ്യിലെടുക്കണം. നാളെ ചെയ്യാം, നാളെ എടുക്കാം എന്നുള്ളത് മാറ്റാതെ ഇന്ന് എടുക്കാം. എന്നിട്ട് അതിന്റെ ഒരു പോർഷൻ എങ്കിലും നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. ഒരു സ്കില്ലാണെങ്കിൽ അതിന്റെ ഒരു ഐഡിയ എങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആ സ്കില്ല് പഠിക്കുകയാണെങ്കിൽ അത് എങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും എന്നുള്ള ഐഡിയ എങ്കിലും നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യണം. എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് അതിന് വേണ്ടി ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്തിരിക്കണം. ഒരു സ്റ്റെപ്പ്, 1 സ്റ്റെപ്പ്. നമ്മൾ 1 സ്റ്റെപ്പ് എങ്കിലും എന്ത് ചെയ്തിരിക്കണം, അതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കണം. നമ്മൾ ആക്ഷൻ എടുക്കുക, സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ വർക്ക് ചെയ്ത് പോയിക്കോളും. പ്ലാൻ ചെയ്യുന്തോറും ഇതിങ്ങനെ ഡേ ബൈ ഡേ പ്ലാനിങ് നടന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് സമയം ആ പ്ലാനിങ്ങിന് വേണ്ടി പോവും. കുറച്ച് പ്ലാൻ ചെയ്യാതെ തന്നെ ആക്ഷൻ എടുത്ത് തുടങ്ങുക. അപ്പൊ പിന്നെ അതൊരു ഒഴുക്കിന് പോയിട്ടുണ്ടാവും. ബി പ്രൊഡക്റ്റീവ് ഇൻ എവറി ഡേ. എല്ലാ ദിവസവും നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകണം. ഒരു ദിവസം എല്ലാ സമയവും, ദിവസവും, മൊമെന്റ്സും എല്ലാം നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള സമയമാണ്, ദിവസമാണ്. ഇതൊന്നും നമ്മുടെ കയ്യിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോവരുത്, വെറുതെ ആയി പോവരുത്. എന്തിനോ വേണ്ടി ജീവിക്കുന്നു, ആർക്കോ വേണ്ടി ജീവിക്കുന്നു. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്താ ഇന്ന് ചെയ്തു ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെയല്ല, നമ്മൾ ചെയ്തത് എന്താണെന്നുള്ളൊരു കൃത്യമായ നമുക്ക് പറയാൻ പറ്റണം, പ്രൗഡായിട്ട് പറയാൻ പറ്റും. ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പഠിച്ചു. ഞാൻ ഇത്ര കാര്യങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതെല്ലാം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതെല്ലാം നമുക്ക് പ്രൗഡായിട്ട് നമുക്ക് പറയാൻ പറ്റണം. നമുക്ക് നമ്മളോട് തന്നെ പറയാൻ പറ്റണം. എനിവേ നമുക്ക് ഇൻ കേസ് നമുക്ക് നമ്മളോട് തന്നെ നമുക്ക് പറയാൻ പറ്റണം, ഞാൻ ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചെയ്തു, ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഞാനൊന്നും വേസ്റ്റ് ആക്കി കളയുന്നില്ല, സമയത്തെ പോലും വേസ്റ്റ് ആക്കി കളയുന്നില്ല, എല്ലാം വാല്യുബിൾ ആണ്. എല്ലാം വാല്യുബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. സമയം എന്ന് പറയുന്നത് അതിനേക്കാൾ വാല്യുബിൾ ആണ്. ഓരോ മൊമെന്റ്സും വാല്യുബിൾ ആണ്. അപ്പൊ അതിനെയെല്ലാം അത്രത്തോളം നമ്മൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ പിന്നത്തേക്ക് മാറ്റി വെക്കാതെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് മാക്സിമം എത്രത്തോളം അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്രത്തോളം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താണ്, നാളെ തുടങ്ങാം, പിന്നെ ചെയ്യാം, ഒരാഴ്ച കഴിയട്ടെ, അല്ലെങ്കിൽ ഒരു സമയം കഴിയട്ടെ എന്ന് പറയാതെ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ടുഡേ. നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ന് നമ്മൾ തുടങ്ങണം. റെഡി അല്ലേ? ചെയ്യില്ലേ എല്ലാരും? ഇനി തൊട്ട് പറയോ, എനിക്ക് നാളെ തുടങ്ങാം, നാളെ തൊട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ, എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ കരുതിയതാണ് പക്ഷെ പറ്റിയില്ല, ഇങ്ങനെയുള്ള പരാതികളൊക്കെ ഇനി ഉണ്ടാവോ? സമയം ഒരു പ്രശ്നമാണ്. വേറെ ആരും സഹായത്തിനില്ലാത്തവർക്കൊക്കെ, ഒറ്റക്ക് കഴിയുന്നവർക്കൊക്കെ സമയം പ്രശ്നം തന്നെയല്ലേ. എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിന്റെ ഇടയിൽ വായന, അതൊന്നും നടക്കും നമ്മൾ തോന്നുന്നില്ല. സമയത്തിനെ കൃത്യമായി അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ സമയം ഒരു പ്രശ്നമായി നമുക്ക് തോന്നില്ല. കൃത്യമായി അലൈൻ ചെയ്യണം. അതായത് നമുക്ക് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സമയത്ത്
എങ്ങനെ ചെയ്യണം, സെറ്റ് ചെയ്യണം. നമുക്ക് ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് അതിന് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് ആദ്യം ചെയ്യണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റി കൊടുക്കണം, എന്നിട്ട് അത് ആദ്യം ചെയ്യണം. ഓക്കെ ആ രീതിയിൽ നമ്മൾ ടൈം മാനേജ്മെന്റ് രീതിയിൽ നമ്മൾ സമയത്തെ കൈകാര്യം ചെയ്യണം. ഓക്കെ അപ്പൊ നമുക്ക് അതായത് അർജന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ന് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് ആദ്യം ചെയ്യുന്ന രീതിയിൽ, അത് നാളത്തേക്ക് മാറ്റി വെക്കാത്ത രീതിയിൽ നമ്മൾ ഓരോ ടാസ്കും സമയത്ത് ക്രമീകരിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ സമയം ഒരു പ്രശ്നമായി മാറില്ല. അതിന് കൃത്യമായ ഒരു സമയം നമ്മൾ കൊടുക്കണം. ഒരു 1/2 hour ഇതിനു വേണ്ടി ഞാൻ മാറ്റിവെച്ചു, ഒരു 1/2 hour ഇതിനു വേണ്ടി ഞാൻ മാറ്റിവെച്ചു, ഇതിനു വേണ്ടി ഞാൻ 1 മണിക്കൂർ മാറ്റിവെച്ചു. അങ്ങനെ ഒരു ദിവസത്തെ സമയം, ഇത്ര സമയം ഞാൻ ഉറങ്ങാൻ വേണ്ടി മാറ്റിവെക്കുന്നു, ഇത്ര സമയം ഞാൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്നു, ഇത്ര സമയം ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. ആ ചെയ്യുന്ന ഓരോ കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം, വർത്ത് ഇറ്റ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതലായിട്ട് സമയം മാറ്റി വെക്കുമ്പോൾ നമുക്കത് സമയമില്ല എന്നുള്ളൊരു പ്രശ്നം മാറിക്കിട്ടും. നമ്മള് അറിയാതെ പോകുന്ന സമയമാണ് അതിന് കോളിങ്ങും ചാറ്റിങ്ങും. അത് നമുക്ക് Yes. എന്താണ് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഉണ്ടാവും. ഒരു കോളിങ് പൊതുവെ പറയല്ല, പെണ്ണുങ്ങളെ പൊതുവെ പറയാൻ കുറ്റപ്പെടുത്താന്ന് തോന്നരുത്. ഒരു വിഷയത്തിന് ഒരു കോള് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു 100 കാര്യം അതിൽ സംസാരിച്ചിട്ടേ ഫോൺ വെക്കാറുള്ളൂ. അതിൽ തന്നെ പോകുന്നുണ്ട് ഇഷ്ടംമാതിരി സമയം. 1 മണിക്കൂർ കയ്യിൽ പോകും. സമയം പോയി കിട്ടും. അതിന് നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യം എന്താണോ, നമ്മൾ ഡെയിലി ചെയ്യുന്ന വർക്ക് ഉണ്ടല്ലോ, അതായത് നമുക്ക് ഒരുപാട് നമ്മളെ മൈൻഡൊന്നും ഒരുപാട് കൊടുക്കാതെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഹൗസ് ഹോൾഡ്സ് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ, നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് കോൾ ചെയ്യേണ്ട ആളുണ്ടെങ്കിൽ ആ നടക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അവരോട് സംസാരിക്കാം. നമ്മൾ അതിനെയാണ് അതായത് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിർബന്ധമായിട്ടും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ആ കാര്യത്തിലോട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. രണ്ടും ഒരുമിച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നടക്കുകയാണ്, നമുക്ക് സംസാരിക്കണം, നമുക്ക് ഇന്നൊരാളെ വിളിക്കണം, നമുക്ക് ഈ തിരക്കിന്റെ ഇടയിൽ നമുക്ക് അതും വേണമല്ലോ. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ, റിലേറ്റീവ്സിനെ, നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നമുക്ക് കണക്ട് ചെയ്യണം. അപ്പൊ കണക്ട് ചെയ്യുന്ന സാഹചര്യം എങ്ങനെയെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ നടക്കുന്ന സമയമാണ്, ആ ഒരു 1/2 മണിക്കൂർ നമ്മൾ നടക്കുകയാണ്, ആ സമയത്ത് നമുക്ക് ഇവരോട് സംസാരിക്കാം. അതെ വീട്ടില് മറ്റുള്ള ജോലികൾ ചെയ്യാൻ, തുണികൾ മടക്കി വെക്കുക, അല്ലെങ്കിൽ പാത്രം കഴുകുക, ഇങ്ങനെയുള്ള മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്തൂടെ? അത് സമയം അത് അതെ, അത് കഴിയും ചെയ്യും, ഇവരെ സംസാരം തീരും ചെയ്യും. then രണ്ടും ഒരുമിച്ച് നടക്കും. അത്രേ ഉള്ളൂ. എല്ലാവരും ഒരേമാതിരി ആവില്ല, ചിലവരൊക്കെ അതിനായിട്ട് ടൈം എടുക്കുന്നുണ്ടാവും. നമ്മളൊക്കെ നമ്മളെ പണിയുടെ ഇടയിൽ കൂടെ ഒക്കെ ഉള്ളൂ സംസാരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ സമയം നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഓക്കെ എന്താ പറയാ, അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ടാവുക. സമയത്തെ മനഃപൂർവ്വം കൊല്ലുന്നതായിരിക്കില്ല, അതെ അതെ ഒന്നും മനഃപൂർവ്വം ആയിരിക്കില്ലല്ലോ. അവർക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവും. ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരങ്ങനെ ചെയ്തു തുടങ്ങും. ഓക്കെ മാം, താങ്ക് യു. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഓരോന്ന്, അല്ലെ? നമുക്ക് മുമ്പ് ഒരു വർഷം മുമ്പ് നമ്മൾ ചിന്തിച്ചിരുന്ന കാര്യങ്ങളല്ലല്ലോ 1 വർഷത്തിന് ശേഷം നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് മാറ്റങ്ങൾ വരുന്നില്ലേ? നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ മാറ്റുന്നില്ലേ? നമുക്ക് വരുന്ന ഓരോ അനുഭവങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നമ്മളെ മാറ്റുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന രീതി, പ്രവർത്തിക്കുന്ന രീതി, സംസാരിക്കുന്ന രീതി, പെരുമാറുന്ന രീതിയിലെല്ലാം നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ മാറ്റുന്നുണ്ട്. മാറ്റങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ മാറ്റങ്ങൾ എപ്പോഴും ഈ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴും ഒരുപാട് ക്രിയാത്മകമായ നമ്മളെ ശരീരത്തിന്, നമ്മളെ മനസ്സിനും പറ്റുന്ന ഒരുപാട് പ്രവർത്തികൾ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഈ മൊബൈൽ വന്നതിന് ശേഷം നമ്മളെ സ്വന്തം പറമ്പിൽ ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് നമുക്ക് പറ്റുന്ന പോഷകാഹാരങ്ങളെല്ലാം നമുക്ക് സ്വന്തം വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കി നമ്മളിപ്പോ എന്താന്ന് വെച്ചാൽ സ്വന്തം അധ്വാനം, അതിനു വേണ്ടി പൈസ
നമ്മളെ തടി റിലാക്സ് ആവാൻ വേണ്ടി നമ്മൾ പൈസ ചെലവാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പം വന്നിരിക്കുന്നത്. ഷുഗർ, പ്രഷർ, പിന്നെ ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് രാവിലെ എണീറ്റ് നടക്കുന്നത്. യെസ്. നമ്മളിത് വരുന്നതിന്റെ മുമ്പ് കുറച്ച് ഈ മാറ്റം നമ്മളെ ശാരീരികമായിട്ട് മാനസികം തളർത്തിയിട്ടുണ്ട്. 90%. ആൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ബിഫോർ കൊറോണ ആൻഡ് ആഫ്റ്റർ കൊറോണ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടെന്നോ, ബിഫോർ കോവിഡ് ആഫ്റ്റർ കോവിഡ് നല്ല രീതിയിൽ എല്ലാ ആളുകളിലും എഫക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് കുറെ ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം വന്നിട്ടുള്ളത്. കുറച്ച് കൂടുതൽ സോഷ്യൽ മീഡിയ ഇൻടേക്ക് വന്നത് കോവിഡിന് ശേഷമാണ്, അല്ലെങ്കിൽ കോവിഡിന്റെ സമയങ്ങളിലാണ് വന്നിട്ടുള്ളത്. നമുക്കൊന്നും ചെയ്യാൻ ഇല്ലാത്ത സമയങ്ങളായിരുന്നു അത്. നമ്മളെ സ്റ്റക്കായി നിർത്തിയ ഒരു മൊമെന്റ് ആയിരുന്നു. ആ ഒരു മൊമെന്റിന് ശേഷമാണ് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. അതിനനുസരിച്ച് ഹെൽത്തിന്റെ പ്രോബ്ലംസ് എല്ലാം എല്ലാവരുടെ ലൈഫിലും, ഒരുപാട് പേരുടെ ലൈഫിൽ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പിന്നെ പ്രയോറിറ്റി ആണ് നമുക്ക്, നമ്മുടെ ജോലിക്കാണ് പ്രയോറിറ്റി, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ പ്രയോറിറ്റികൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ ഒരു സമയത്ത് മറ്റുള്ളത് നമുക്ക് മാറ്റിവെക്കേണ്ട സാഹചര്യമാണെങ്കിൽ മാറ്റി വെച്ചിട്ട് ഈ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ അതിനുശേഷം വീണ്ടും നമുക്ക് നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാലോ എന്നുള്ള രീതിയിലോട്ട് പോകണം. പ്രയോറിറ്റിയാണ്, അപ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുള്ളൂ. നമ്മൾ പ്രയോറിറ്റി ഉള്ള, നമുക്ക് നിർബന്ധമുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഒന്നിലേക്ക് തിരിഞ്ഞാലും നമുക്ക് സമാധാനവും സന്തോഷവും ലഭിക്കില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ പ്രയോറിറ്റിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ചിലപ്പോൾ അത് ബന്ധങ്ങളായിരിക്കും, റിലേഷൻഷിപ്പിലുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന മറ്റ് സമയവും ഒക്കെ ആയിരിക്കും നമ്മുടെ പ്രയോറിറ്റി. അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക തന്നെ വേണം. നമ്മൾ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത് മാറ്റി വെക്കുമ്പോൾ നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ സമാധാനമായിരിക്കും. അപ്പൊ ഇതെല്ലാം ഒരുപോലെ അലൈൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ ഒരു സ്മാർട്ട് ഗോളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരുപോലെ അലൈൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. യെസ്, മുൻഗണനാ ക്രമത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാം. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, മുൻഗണന കൊടുത്തിട്ട് ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. എല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എല്ലാത്തിനും ഒരു ടൈം ടേബിൾ കൃത്യമായി സെറ്റ് ചെയ്താല് എല്ലാ കാര്യവും ഒരുപോലെ നടക്കും. 24 hours ചെയ്യുക, ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് ഉണ്ടാവുക. ടൈം മാനേജ്മെന്റ് നമുക്ക് കൃത്യമായിട്ട് വേണം. ടൈം മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് കുറെ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. നമ്മൾ സെറ്റ് ചെയ്യണം, ഇത്ര സമയത്തിന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ ചെയ്ത് തീർക്കും, ഇത്ര സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് തീർക്കും. പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഏത് തരം കാര്യത്തിലാണെങ്കിലും കൃത്യമായ ഒരു ടൈം മാനേജ്മെന്റ് നമുക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് പോകുന്നത് കാണാൻ പറ്റും. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ല റിസൾട്ട് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രയോറിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴേ നമുക്ക് സമാധാനം എന്നുള്ളത് നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. നമുക്ക് എല്ലാവർക്കും വേണ്ടത് സമാധാനവും സന്തോഷവും ഉള്ള ജീവിതമാണെങ്കിൽ നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ പ്രയോറിറ്റിക്കാണ്. ആ പ്രയോറിറ്റി എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതിന് സെൽഫ് അവയർനെസ് ആവശ്യമാണ്. ഓക്കെ, നമുക്ക് ഓരോ ദിവസം എന്താണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്. നാളെ എന്നുള്ളത്, ടുമോറോ എന്നുള്ളത് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രസന്റ് മൊമെന്റില് വാല്യുബിൾ ആയിട്ടുള്ള ഈ മൊമെന്റില് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമാധാനപരമായി ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തീർക്കണം. നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലായിരിക്കരുത് നമ്മുടെ ഒരു പ്രവൃത്തിയും.
സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലായിരിക്കരുത് നമ്മുടെ ഒരു പ്രവൃത്തിയും. എല്ലാത്തിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, പ്രയോറിറ്റൈസ് ചെയ്യണം. നാളെ എന്നുള്ളത് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഗ്യാരണ്ടി ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഒരുവിധം പ്രോക്രാസ്റ്റിനേഷനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഒരുവിധം പ്രോക്രാസ്റ്റിനേഷൻ എല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായി പോകുന്നത് കാണാൻ പറ്റും, അല്ലേ? ഓക്കെ, ദെൻ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദർ ഈസ് നോ ടുമാറോ എന്നുള്ള കാര്യങ്ങളിൽ പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിന്റെ ഓരോ പോയിന്റ്സും എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ മാം, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് ഇനി എന്താണ് ചെറിയൊരു ഇൻട്രഡക്ഷൻ കൊടുക്കാം. ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇൻ കേസ് നമ്മുടെ ടു-ഡു ലിസ്റ്റിലുള്ള കാര്യം, ഓക്കെ, ടു-ഡു ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പെൻഡിങ് ആവുകയാണ്. അതെങ്ങനെയെന്ന് വെച്ചാല് നമ്മളത് പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റാത്തത്. ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നമാണ് അവിടെ വരുന്നത്. നമ്മള് അവിടെയാണ് ഞാൻ പറഞ്ഞത്, ടൈം മാനേജ്മെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എന്നിട്ട് അതിനനുസരിച്ച് ഒരു ടു-ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ വെറുതെ നമ്മൾ ടു-ഡു ലിസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. നമ്മൾ കൃത്യമായ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഇത്ര സമയം ഇത് ചെയ്യാൻ വേണ്ടി, ഇത്ര സമയം ഇത് ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിൽ ടൈമിന് സെറ്റ് ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. രണ്ടാമത് ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി അതിനേക്കാൾ കുറച്ച് കുറവ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. മൂന്നാമത് ചെയ്യുന്ന കാര്യം അതിനേക്കാൾ കുറച്ച് കുറവ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അങ്ങനെ, അതായത് ഇപ്പോ അർജന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അത് സെറ്റ് ചെയ്യണം. അർജന്റ് ആയിട്ട് ചെയ്യാം, ഇന്ന് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള രീതിക്ക് രണ്ടാമതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു അർജന്റും ഇല്ല, ഒരു നിർബന്ധം ഇല്ലാത്ത കാര്യത്തിന് മാത്രമേ നമ്മൾ ലാസ്റ്റിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. കാരണം ലാസ്റ്റത്തെ സമയം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഇപ്പത്തെ സമയം നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ അതിന് അർജന്റ് ആയിട്ടുള്ള കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലാസ്റ്റത്തെ സമയമാണ് നമ്മുടെ കൂടെ ഉറപ്പില്ലാത്ത സമയം, അല്ലെങ്കിൽ നാളത്തെ സമയമാണ്. അപ്പൊ ഒരു നിർബന്ധവും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ലാസ്റ്റിലേക്ക് വെക്കേണ്ടത്. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ അപ്പൊ തന്നെ ചെയ്യണം. ആ രീതിയിൽ നമ്മൾ ടു-ഡു ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പെൻഡിങ് ആവുന്ന പ്രശ്നം വരില്ല. കാരണം അത് പെൻഡിങ് ആയാലും പ്രശ്നമില്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് അവിടെ വരുള്ളൂ. ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ലാത്ത കാര്യങ്ങളേ വരുള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തീർത്തിട്ടുണ്ട്. അപ്പൊ അതൊരു ഭാരമായി മാറില്ല. ഓക്കെ, ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അമിതമായി പെർഫെക്ഷനിസം ഒഴിവാക്കുക. അമിതമായിട്ടുള്ള പെർഫെക്ഷനിസം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറെ സമയം ലാഭിക്കാൻ കഴിയും. എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം, ഈവൻ എനിക്കൊക്കെ മുമ്പ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതുന്ന സമയങ്ങളിലെല്ലാം ചെറിയൊരു തെറ്റ്, അത്രയും പെർഫെക്റ്റ് ആവണം എന്നുള്ള ഒരു നിർബന്ധം മാത്രം, ചെറിയൊരു തെറ്റ് ആ പേപ്പറിൽ വന്നപ്പോൾ ആ പേപ്പർ കംപ്ലീറ്റ്ലി മാറ്റുകയാണ്. കാരണം ചെറിയൊരു വെട്ടിട്ടാ മതി, ജസ്റ്റ് ഒരു വെട്ടിട്ടിട്ട് എന്ത് ചെയ്താൽ മതി, ബാക്കി എഴുതി തുടങ്ങിയാൽ മതി. പക്ഷെ ആ പേപ്പർ കംപ്ലീറ്റ്ലി മാറ്റി വീണ്ടും ആദ്യം തൊട്ട് എഴുതുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ചെയ്യില്ല. കാരണം ഇപ്പൊ കുറച്ച് പേടിയാണ്. കാരണം അത് മാറ്റി വെച്ചിട്ട് വേറെ എഴുതുമ്പോ പിന്നെ സമയമില്ലല്ലോ എന്നുള്ളൊരു പേടി കയ്യിലുണ്ട്. അത് എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പേടി തോന്നി തുടങ്ങിയത് കൊണ്ട് തന്നെ ആ പെർഫെക്ഷനിസം മെല്ലെ ഒഴിവായി. പ്രോഗ്രസീവ് ആണോ എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പെർഫെക്ഷനിസത്തിലോട്ട് നമ്മൾ ഫോക്കസ് കൊടുക്കാതിരിക്കാം. ഫോക്കസ് കൊടുക്കുന്നത് പ്രോഗ്രസീവ് ആണ്, നടന്നു പോകുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടല്ലോ, നമ്മൾ സ്റ്റക്ക് അല്ല, മൂവിങ് ആണ് എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓക്കെ ആയിരിക്കും. ഓക്കെ, ഈ രീതിയിൽ ടു-ഡു ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെൻഡിങ് ആവുകയാണെങ്കിൽ നമുക്കതൊരു ഭാരമായി മാറാതെ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും, പെൻഡിങ് ആയി മാറില്ല.
ദെൻ പിന്നെ ഈ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊരു സെഷൻ എടുക്കാം കേട്ടോ. ടൈം മാനേജ്മെന്റിനെ പറ്റിയിട്ടൊരു സെഷൻ തീർച്ചയായിട്ടും നമുക്ക് എടുക്കാം. ചെറിയൊരു ധാരണയും ഒക്കെ അതിൽ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അതും പ്രശ്നമാണ്. വസ്വാസ് ഒരു പ്രശ്നം തന്നെയാണ്. വസ്വാസ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. ഇറ്റ്സ് എ കണ്ടീഷൻ. വസ്വാസ് എന്ന് പറയുന്നത് OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. രീതിയിൽ തെറാപ്പീസ് ഒക്കെ വേണ്ട ഒരു കാര്യം തന്നെയാണ്. സൈക്കോളജിക്കൽ തെറാപ്പി വേണ്ട ഒരു കാര്യമാണ് OCD എന്ന് പറയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ട് അത് ചെറുപ്പത്തിൽ ട്രോമ എല്ലാത്തിനും ബാധിക്കും അല്ലേ? ചെറുപ്പത്തിൽ ട്രോമ ട്രിഗർ ചെയ്യും. അതിങ്ങനെ വെച്ച് കുറെ ഇതായിപ്പോയി. അത് ഞാൻ ചോദിക്കണം വിചാരിച്ച പിന്നെ ടോപ്പിക് മാറണ്ട വെച്ചിട്ട് ചോദിച്ചിട്ട്. ഓക്കെ, തീർച്ചയായിട്ടും ടൈം മാനേജ്മെന്റിന് ഒരു സെഷൻ വെക്കുന്നതായിരിക്കും കേട്ടോ. ദെൻ OCDന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊരു കണ്ടീഷനാണ്. സൈക്കോളജിക്കൽ കണ്ടീഷൻ, ഒരു ഡിസോർഡർ ആണ്. തെറാപ്പി കൊണ്ടൊക്കെ മാറാൻ പറ്റുമോ? സൈക്കോതെറാപ്പിയോ അവൈലബിൾ ആണ്. തെറാപ്പീസ് അവൈലബിൾ ആണ്. മാറുമെന്നാണ് എന്റെ വിശ്വാസം. നമ്മള് എന്താണെന്ന് അറിയാണ്ട് ചെറുപ്പത്തിൽ ഉണ്ടായ ട്രോമ നമ്മൾ ഇതിന് ചികിത്സയുണ്ടോ എന്താന്ന് നമുക്ക് അറിയില്ല. ചെറിയ പ്രായത്തിൽ പനിയോ തലവേദനോ വേദനയോ വീണതോ പൊട്ടിയതോ ആശുപത്രി കാണിക്കാം. മറ്റ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ എന്താണെന്ന് നമുക്ക് ആരോട് പറയാൻ പറ്റുന്നില്ല. എന്താണ് അസുഖം എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ. നമുക്ക് ട്രോമ വന്നു കഴിഞ്ഞു, അതിങ്ങനെ ആരും പറയാണ്ട് ഇങ്ങനെ വെച്ചു. പിന്നെ ഇങ്ങനെ പറ്റുമോ പഠിപ്പും ലൈഫും എല്ലാം പോയി. എല്ലാരും ഇങ്ങനെ മുന്നോട്ട് പോകണം. നമുക്ക് ഈ പ്രശ്നത്തിൽ ഇങ്ങനെ ആയിപ്പോയി. നാളേക്കിന്റെ ഭാവി ഇല്ല, അങ്ങനെ ഡൗണായി പോയി. പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഡോക്ടർക്ക് ഉണ്ട് ഇതിന്റെ ഈ കാലഘട്ടത്തില്ല. അപ്പൊ നമ്മളെ പ്രായം ഇങ്ങനെ പോയി നമ്മളെ ഏജ് ഇങ്ങനെ ആയിപ്പോയി. സങ്കടം സഹിച്ച് ഇങ്ങനെ ആയ സ്വന്തം ഇങ്ങനെ വേണ്ടാന്ന് തോന്നുന്നു. എന്നാലത് വെറുതെ പ്രവർത്തിച്ച് ചെയ്യണ്ട വിചാരിച്ചാൽ നമുക്കറിയാം തെറ്റാണ്, ചെയ്യാനുള്ള അങ്ങനെ ഇല്ല, സംഭവിക്കില്ല, അങ്ങനെ ഒന്നുമില്ല. ട്രോമ കാരണമാണെന്ന് പറഞ്ഞാലും നമുക്കത് ആവർത്തിച്ചുകൊണ്ട് പോകുന്നില്ല. അത് ആക്ഷൻ എങ്ങനെ വരും അതിങ്ങനെ അതിന്റെ ചിന്തി ചെയ്യാൻ പറ്റി എന്തെങ്കിലും ചെയ്യുന്നു. അന്നേരം അങ്ങനെ ഒരു ശീലം മാതിരി ഒരു എഡിക്റ്റ് മതി. നമ്മള് പലതരം ശീലങ്ങളില്ലേ, വലി അത് ഇതുമാതിരി നമ്മളാകുമ്പം ഇത് ശരിക്കും നമുക്കെല്ലാം ട്രോമയെ പറ്റിയതാണ്. ചെറിയത് അത് പറയാൻ പറ്റുന്നില്ല. ആ ട്രോമയിൽ ഇങ്ങനെ പഠിപ്പറ്റ് ആ സമയത്ത് ഇങ്ങനെ കൊണ്ടുപോയതാണ്. എല്ലാരും ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് ആ സ്കൂളിൽ നിന്നും കോളേജിൽ എൻജോയ് ചെയ്ത് പോകും. നമുക്ക് ഈ ട്രോമയിൽ പിടിച്ചിട്ട് ഇങ്ങനെ പോയി അവരോട് പറയാൻ പറ്റാണ്ട് ഇങ്ങനെ പോയി. പിന്നെ SLC കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, കോളേജ് കഴിഞ്ഞപ്പം നമുക്ക് ഭാവി എന്താന്ന് ഒരു അന്തം വിട്ടില്ല. എന്താ ചെയ്യുന്നത് പണ്ട് സ്കൂളിലാകുമ്പോൾ 7 കഴിഞ്ഞ് 8 കഴിഞ്ഞ് 9 ഇങ്ങനെ പോകും. ബാക്കി നമുക്ക് ലൈഫിനെ കുറിച്ച് എന്താണെന്ന് പോലുമില്ല. അത് ഭയങ്കര അതിലിപ്പം സ്റ്റെക്കായിട്ടുണ്ട്. ഇപ്പോഴത്തെ എല്ലാവർക്കും നമ്മളെപ്പോലവര് അവരുടെ ലൈഫായി, അവരുടെ ജീവിതമായി, ഇങ്ങനെയായി ഓട്ടോമാറ്റിക്കായിട്ട് വന്ന പോലെ പോയി. നമ്മള് ചെറുപ്പത്തിൽ ആക്റ്റീവായത് ഇങ്ങനെ ഡൈവായി. അത് ചെയ്ത് ട്രോമേന്റെ കാര്യത്തിന് ഉപയോഗിച്ചാൽക്കും അറിയില്ല, അവർക്ക് ഇല്ല ഉപയോഗിച്ച കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇതാക്കി പോയി. അത് നമ്മളൊരു ഇതായി വന്നു. ഞാൻ അതിന്റെ ടോപ്പിക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് മാരേജ് ചോദിക്കുന്ന വെച്ചാൽ പിന്നെ അത് വിട്ടത്. ആശ്വാസം എന്തായാലും പറഞ്ഞു. നമ്മള് ട്രോമ ഇപ്പൊ നിലവിലുള്ള ട്രോമ ഹീൽ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ട്രോമ ഹീൽ ചെയ്തതിനു ശേഷം എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മുഴുവനായി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ട്രോമ ഹീൽ ചെയ്യാൻ വേണ്ടി ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം EFT ആണ്. പെട്ടെന്ന് എഫക്റ്റ് കിട്ടുന്ന ഒരു കാര്യം EFT ആണ്.
അത് ആ നമുക്ക് ട്രോമ ഹീൽ ചെയ്യാം. അത് പിന്നെ അത് Then പിന്നെ ഒരു അതിനുശേഷം കോഴ്സല്ലേ, ഒരു കോഴ്സല്ലേ. ഞാൻ ചേട്ടൻ പൈസ കൂടുതലായിട്ട് അത് പെണ്ണുപോകുന്ന കുറച്ച് അതൊരു കോഴ്സ് ഒന്നിച്ചു വരുന്നില്ലേ, അതാണ് പ്രശ്നം. അപ്പൊ അവര് ഈ പെണ്ണുങ്ങൾ ഇല്ല, തീർച്ചയായിട്ടും ഇത് മാറ്റിയെടുക്കാൻ പറ്റും. ട്രോമ ഹീൽ ചെയ്യാൻ പറ്റും. തെറാപ്പീസ് അവൈലബിൾ ആണ്. യെസ്, മുഴുവനായി മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കേസസ് വരുമ്പോ നമ്മൾ ഒരാളെ നിർബന്ധിച്ചിട്ട് ഇപ്പൊ ഒരു കൗൺസിലിംഗ് ചെയ്യാൻ ഒരു തെറാപ്പിക്ക് കൊണ്ടുവരികയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെക്കാൾ ആ ഒരാള് അവരുടെ സ്വമേധയാ എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, എനിക്ക് മാറണം, നമുക്ക് താല്പര്യമുണ്ട് മാറണം. എഫക്റ്റീവ് ആവുന്നത്. അതെ, നമ്മൾ സ്വമേധയാ വരുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അതിന് എഫക്റ്റീവ് ആയിരിക്കും. അത് പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മൾ നിർബന്ധിച്ച് ചെയ്യുന്നതും സ്വന്തം വിശ്വാസത്തിൽ ചെയ്യുന്നതുമുള്ള വ്യത്യാസമാണത്. ഇത് ഉണ്ടായിരുന്നെങ്കിൽ അത് ശരിയാക്കാമായിരുന്നു എന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തതിന് പറയുമ്പോ ഒരു കോഴ്സ് അല്ല അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പൊ 1000 റുപ്യ 12,000 റുപ്യ. അപ്പൊ അത് പെട്ടെന്ന് അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒഴിവായിരുന്നു. അങ്ങനെ ഓരോ ഘട്ടം കഴിയുമ്പോൾ ഇങ്ങനെ മാറി മാറി പോയതാണ്. അപ്പൊ നമുക്ക് പിന്നെ വേറെ ആൾ കോഴ്സ് ആയിട്ട് കൊള്ളതല്ല, നമുക്കറിയാം ഇങ്ങനെ ഒരു പ്രശ്നമാണ്. നമുക്ക് ഇപ്പം ഇതൊരു ശരിയാന്ന് അങ്ങനെ അറിഞ്ഞ സംഭവം അറിയാം, കൂടുതൽ അറിയാം. ചെറുപ്പത്തിൽ അറിയില്ലെങ്കിലും ഇങ്ങനെ മാറ്റാൻ പറ്റും, അങ്ങനെ ഇങ്ങനെ അറിയാം. അപ്പൊ നേരത്തെ ആ ചേച്ചി അസ്വസ്ഥ പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ എവിടെ കേട്ട വഴി പെട്ടെന്ന് അസ്വസ്ഥന്റെ പേര് കേട്ടു. നിങ്ങൾ അവരുടെ അസ്വസ്ഥ വന്ന അസ്വസ്ഥ എന്താ പറയാ, അസ്വാസ്ഥ. ഓക്കെ, ഇത് പോലെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ അത് നമുക്ക് മനസ്സിലായി സമയങ്ങളെല്ലാം കഴിഞ്ഞു പോയി. അതിലിനി വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നഷ്ടപ്പെട്ടു പോയി, കഴിഞ്ഞു പോയി, നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോഴത്തെ ഒരു മൊമെന്റ് ആണ്. അപ്പൊ നമുക്കിത് റിയലൈസ് ചെയ്തിട്ടുണ്ട്, നമുക്കത് മനസ്സിലാക്കിയിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്, അത് മാറ്റിയെടുക്കണം എന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ദെൻ അതിന് സ്റ്റെപ്പ് എടുക്കുക, ആക്ഷൻ എടുക്കുക. അവൈലബിൾ ആണ്, ഞാൻ പറഞ്ഞ പോലെ പറയാൻ ഒരാളില്ല. അറിയുന്ന ഒരാളോട് പറയണമെന്നുണ്ട്. തെറാപ്പി ഞാൻ അറിയുന്നു. നമുക്ക് എന്തെങ്കിലും ഒരാൾ പറഞ്ഞു തരുമ്പല്ലേ അതിനെ പറ്റി അറിയുമ്പോ കുറച്ച് ഒരു ഇതുണ്ടാവില്ലേ. അതിനെ അറിയുന്നവരോട് പറയണമെന്ന്. കൗൺസിലിംഗ് ശരിയാവും ഏതാണെന്ന് ഇപ്പൊ നമുക്ക് ഡൗട്ട്, അതാണ് ഇതാണോ ഗിഫ്റ്റ് ആണോ, അങ്ങനെ ഏതാ പോയിട്ട് നമുക്ക് കിട്ടുന്നില്ല. നല്ല രീതിയിലുള്ള മാറ്റം ലൈഫിൽ ഉണ്ടാകുന്നതായിരിക്കും. CBT പോലുള്ള തെറാപ്പികളാണ് സൈക്കോളജിയിൽ ചെയ്യുന്നത്. ഇപ്പൊ ഇതിനെ പറ്റി കുറെ പിന്നെ കൂടുതൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് പെട്ടെന്ന് എഫക്ട് കിട്ടുന്നത് EFT ആയിരിക്കും. കാരണം ട്രോമ കംപ്ലീറ്റ്ലി എടുത്തു മാറ്റുകയാണ്. നല്ല രീതിയിലുള്ള എഫക്റ്റ് അവിടെ. അത് മറ്റേ ഇന്നർ മൈൻഡിൽ ഇങ്ങനെ ഇത് കിടക്കുന്നുണ്ട്. നമ്മുടെ ബോധ മനസ്സ് പറഞ്ഞില്ലേ, അതിലിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ അത് പുറമേ ഈ പക്കത്തിന്മേൽ വളം വെക്കുന്ന പോലെ അന്വേഷിച്ച് കാര്യമില്ല. ഇന്നറിൽ ഇങ്ങനെ ഇത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് അതെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ട്രോമ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രോമയ്ക്ക് ആദ്യം ഹീൽ ചെയ്യണം. ആ ട്രോമ ഹീൽ ചെയ്തിട്ട് തെറാപ്പിയിൽ മറ്റും ചെയ്തിട്ട് ഒക്കെ ആണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഡെഫിനറ്റ്ലി നല്ല മാറ്റം തീർച്ചയായിട്ടും വരും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ നിർബന്ധിച്ച് ചെയ്യല്ല, സ്വമേധയാ നമ്മള് മാറണം എന്നുള്ള ആഗ്രഹം, നമുക്ക് ഈ കണ്ടീഷൻ മാറണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ഏതാണ്, നമ്മൾ ഒരാൾ സ്വമേധയാ വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ഈസി ആവുക. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഓക്കെ, അപ്പൊ കഴിഞ്ഞു പോയതിനെ പറ്റി ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞു പോയതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇറ്റ്സ് ഓക്കെ. നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് മാത്രം ചിന്തിക്കുക. മാറും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാവുക. തീർച്ചയായിട്ടും മാറും, തീർച്ചയായിട്ടും മാറും. അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് മുഴുവനായിട്ട് മാറി നമുക്ക് നല്ലൊരു ലൈഫ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ടുവരിക. എല്ലാം ചെയ്യുക. നമുക്ക് മൈൻഡിൽ വേറെ ആകുമ്പോ എല്ലാരും ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേറെ കാര്യത്തെ ചിന്തിക്കുന്നു പറയുമ്പോൾ നമ്മള് പ്രശ്നം വന്ന് ആക്റ്റീവ് ആയിട്ട് പിന്നെ ഇന്നാക്ടിവേറ്റ് ചെയ്യുന്ന ഉള്ളിലേക്ക് വലിയ പോയി പുറത്തേക്കൊന്നും പോകാണ്ട് ഇങ്ങനെയായി ആളെ കൂട്ട് പോകാൻ അങ്ങനെ ഒരു വിഷമസന്ധിയിൽ എത്തുന്നു. അപ്പൊ എന്താണെന്ന് അറിയുന്നില്ല. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ആളുകൾ പറയുന്നു എന്നതിനെ പറ്റി ബോധേഡ് ആവാതെ
ഇതൊരു കണ്ടീഷനാണ്. ഇത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ചെയ്യുന്നതല്ല. നമ്മൾ മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നില്ല. ഇതൊരു കണ്ടീഷനാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതെ then അത് അത് ഞാൻ മാറ്റിയെടുക്കാൻ കേട്ടിട്ടുണ്ട് പറ്റും, അത് പറഞ്ഞു. മാറും എന്നുള്ള വിശ്വാസം കൊണ്ടുവരിക. അങ്ങനെ നമ്മൾ നമ്മളെ മനസ്സിനെ പഠിപ്പിച്ചെടുക്കുക. എന്നിട്ട് മറ്റുള്ളവർ പറയുന്നതിനൊക്കെയും ബോധേഡാവേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തെറാപ്പീസും ട്രോമ ഹീലിംഗ് ഒക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും വേണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ മാറ്റം വരും. എല്ലാം നോർമൽ ആവും, ഓക്കെ ആവും. ഓക്കെ എവരിതിങ് വിൽ ബി ഓക്കെ. കഴിഞ്ഞു പോയ ദീനെ ഒന്നുമേ ഓർക്കണ്ട, കൽബിലെ കമലപ്പൂമാല്യങ്ങൾ കോർക്കണ്ട, EFTയിൽ വരൂ സൗഖ്യം ലഭിക്കുമേ. ഒരു കോഴ്സല്ല അവർ ഇത്ര ഓക്കെ, ഇത് പറഞ്ഞിട്ട് 1993 അപ്പൊ അത് നമ്മൾ ഡെഫിനറ്റ്ലി നല്ല മാറ്റം ഉണ്ടായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. കഴിഞ്ഞു പോയതിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞല്ലേ. നല്ല മൊമെന്റ്, നല്ല കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉണ്ട്. എല്ലാം നല്ലതായിട്ട് വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. കഴിഞ്ഞു പക്ഷെ അതിന്റെ പരിക്ക് മാറുന്നില്ല. നമുക്ക് അനുഭവിച്ച ആള് നമ്മയല്ല. നമ്മൾ ആക്ഷൻ എടുക്കണം. പരിക്കുണ്ടായിരിക്കും, പരിക്കുണ്ടാവില്ല എന്നല്ല, പരിക്കുണ്ടായിരിക്കും. നമുക്ക് അതിൽ നിന്ന് നല്ല പാഠങ്ങൾ മാത്രം ഉൾക്കൊണ്ടിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഒഴിവാക്കി കളയേണ്ടതാണ്. അപ്പൊ അതിന് നമ്മൾ ആക്ഷൻ എടുക്കുക, ഹീൽ ചെയ്യുക, മാറ്റിയെടുക്കുക. ആ മൈൻഡ് വ്യക്തിക്കുന്നതാണ് കൗൺസിലിങ്ങിനെ കൊണ്ട്. ആ മൈൻഡ് വ്യക്തി നമ്മ രക്ഷപ്പെട്ടു. അങ്ങനെ ആരും അറിയുന്നില്ല, നമ്മൾ ഇന്ന മൈൻഡ് പോയി. അങ്ങനെ ഇപ്പൊ കൗൺസിലിംഗ് ചെയ്ത് നമ്മളെ ഞാനിങ്ങനെ വിചാരിക്കില്ല ഇടക്ക് നമ്മൾ ബോധം മനസ്സിൽ ചിലപ്പം ഈ തെറാപ്പി ചെയ്ത് നമ്മൾ അറിയാണ്ടത് ഒഴിവാക്കും, എടുത്ത് കളയും. അങ്ങനെ ചിലപ്പോ ഇതിലൊക്കെ ഇങ്ങനത്തെ പരിജ്ഞപ്തി പോലത്തെ വേറെ പരിപാടി ഉണ്ടാവും. നിങ്ങൾ ഇന്ന മൈൻഡിൽ പോയിട്ട് വേണ്ടാത്ത കാര്യങ്ങളെ കളയും, ആവശ്യമില്ലാത്ത ഉപയോഗിക്കുമോ സത്യം അറിയില്ല. അപ്പൊ നമ്മൾ അങ്ങനെ വെട്ടില്ലെങ്കിൽ അങ്ങനത്തെ കിട്ടിയും കണ്ടായിരുന്നു നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്തത്. പക്ഷെ കൃത്യമായ ഒരാള് പറഞ്ഞാലോ അങ്ങനെ ഇല്ലല്ലോ. നമ്മളിങ്ങനെ കാണുന്നു, അങ്ങനെ ഞാൻ മൈൻഡില്ല. ഇത് നമ്മ ഇപ്പൊ ചെയ്യാൻ ഞാൻ ഓക്കെയാണ്. പക്ഷെ അത് ചിലവരിപ്പൊ നമ്മ മറ്റസുഖങ്ങളൊന്നും പോവാണ്ടിരിക്കുന്നില്ല, പോകുന്നുണ്ട്. പക്ഷെ ഏതിലേക്കൂടെ പോകണം ആ വഴി നമുക്കത് കിട്ടുന്നില്ല. ഇതിലാണോ കൗൺസിലിംഗ് അതിങ്ങനെ പോയി നാളെ നിലനിളെ പറഞ്ഞാൽ ഇങ്ങനെ പോയി. ഇപ്പൊ ലൈഫ് ഇങ്ങനെ പോയി, വർഷങ്ങൾ അങ്ങനെ പോകുന്നു. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ മുമ്പ് പറയാറുണ്ടായല്ലോ, നമ്മള് പനിയും ജലദോഷം ചുമയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മൾ അതിന് പെട്ടെന്ന് ചികിത്സിക്കും. ഇങ്ങനെ മനസ്സിന്റെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി ധാരണയും അറിവും ഇതിനെപ്പറ്റി അവയർനെസ്സും അവബോധമൊക്കെ എല്ലാം ഉണ്ടാവുന്നുണ്ട്. എല്ലാവർക്കും അതിനെപ്പറ്റി ഐഡിയ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി നോർമൽ ആയിട്ടുണ്ട്. മുമ്പ് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവാ, കൗൺസിലിങ്ങിന് പോവാന്നൊക്കെ പറയുന്നത് ഭയങ്കര കുറ്റമായിട്ട് കണ്ടിട്ടുണ്ടായത്. ഇപ്പൊ കുറച്ചുകൂടി നോർമൽ ആണ്. എന്നിരുന്നാലും കഴിഞ്ഞത് ഈ പറഞ്ഞ മാതിരി നമുക്ക് കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയെല്ലാം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. നമുക്ക് സംഭവിച്ചിട്ടുള്ള ട്രോമ ഹീൽ ചെയ്യാം. ആ ഒരു പരിക്ക് മുഴുവൻ ഞാൻ പറഞ്ഞ പോലെ അതിന്റെ ഒരു അംശം പോലും നമ്മളിൽ ഇല്ലാതെ മുഴുവനായി നമ്മളിൽ നിന്ന് അത് എടുത്തു മാറ്റുന്ന രീതിയിൽ നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റും. പുതിയൊരാളായി മാറുന്ന രീതിയിൽ നമുക്ക് പറ്റും. ഒരംശം പോലും നമ്മുടെ കയ്യിലില്ലാത്ത രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇനി അതിനെ പറ്റി വിഷമിക്കേ വേണ്ട. നമുക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്, അതിന് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. തെറാപ്പീസും അവൈലബിൾ ആണ്, ഹീലിംഗ് അവൈലബിൾ ആണ്. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കി ചെയ്യാം കേട്ടോ. ഓക്കെ, ഡെഫിനറ്റ്ലി നല്ലൊരു മാറ്റം, മുഴുവനായിട്ടുള്ള ഒരു മാറ്റം അതായിരിക്കും. കാര്യങ്ങളല്ല, അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊരു കണ്ടീഷനാണ്, നമുക്ക് മാറ്റാൻ പറ്റുന്ന കണ്ടീഷനാണ്. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സൈക്കോസിസിലോട്ടൊക്കെ പോകുമ്പോഴാണ്. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഇതൊക്കെ കണ്ടീഷൻസ് ആണ്, ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നോർമൽ ആണ്, മാറും എന്നുള്ള, മുഴുവനായിട്ട് മാറും. ഒരിക്കലും ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. കഴിഞ്ഞു പോയത് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടല്ലേ, നമുക്ക് അതിനെ പറ്റി ധാരണ ഇല്ലാത്തത് കൊണ്ടോ നമ്മുടെ സാഹചര്യങ്ങളോ മറ്റെന്തോ ആയിരിക്കാം. എന്തായാലും അത് കഴിഞ്ഞു പോയി. ഇറ്റ്സ് ഓക്കെ, ലീവ് ഇറ്റ്.
ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായി നോക്കി അതിനനുസരിച്ച് ചെയ്യും, മുഴുവനായിട്ട് മാറും എന്നുള്ള ഉറച്ച വിശ്വാസം കൊടുക്കുക. ഓക്കെ, മാഡം ഇതിലാണ് ഇത് പൂർണ്ണമായി റിക്കവർ ആവുന്ന EFT ഇല്ല. ട്രോമ മുഴുവനായിട്ട് റിക്കവർ ആകും EFT. ദെൻ ബാക്കിയുള്ളത് മാറും എന്നുള്ളതാണ്. അപ്പൊ കോഴ്സ് എടുത്ത് നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും മാറും. ട്രോമ ഹീലിംഗ് ട്രോമ മുഴുവനായിട്ട് ഹീൽ ചെയ്താൽ തന്നെ കംപ്ലീറ്റ്ലി കുറെ മാറ്റം വരും. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഉണ്ടാവുമെന്നാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ആക്റ്റീവ് ലിസണിങ് ആൻഡ് ആക്റ്റീവ് ഹിയറിംഗ്, ആക്റ്റീവ് ഇന്ററാക്ഷൻ. ഈ സ്മാർട്ട് ഫോൺ വന്നതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ കോഴ്സുകൾ ഉണ്ടല്ലോ. നമ്മളെ ഉള്ളിൽ ഒതുക്കി പിടിച്ച പ്രശ്നങ്ങൾ എവിടെ പറയും, എങ്ങനെ പറയും, ആരോട് പറയും, നമ്മളെ പുരയുള്ളവരോട് പറയാൻ പറ്റൂല, മറ്റുള്ളവരോട് പറയാൻ പറ്റൂല, കുറവാണ്. നമ്മളെ ശരീരത്തിന് ബാധിക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നങ്ങൾ മനസ്സിനെ ബാധിക്കുന്നുള്ള നമ്മളെ സമൂഹം അംഗീകരിക്കുന്നില്ല. ഒന്നുകിൽ ഓല മാനസിക രോഗിയാക്കി മാറ്റുക, അല്ലെങ്കിൽ വേറൊരു പരിഹാസ കഥാപാത്രമാക്കി മാറ്റുക. അപ്പൊ ഇത് ചില 4 ചുവരുകൾക്കുള്ളിലല്ലോ ഒതുങ്ങിക്കിടന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിക്കും പുറത്തെടുക്കാൻ പറ്റിയ ഈ ഇത് തുടങ്ങിയ ആൾക്കാർക്ക്, ആരാടം തുടങ്ങിയെന്ന് വെച്ചാൽ അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും അത് കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഇതിനെ നിങ്ങളെ അണിയറെ പ്രവർത്തിക്കുന്ന നിങ്ങൾക്കെല്ലാം ഒരുപാട് പ്രാർത്ഥന കിട്ടും. കാരണം അത്രയും വേദന, നമ്മള് ഉമീന്റെ ഉള്ളിൽ നിന്നുള്ള പുകച്ചിലുണ്ടല്ലോ, അതിന് വലിയ ചൂടായിരിക്കും. ആളിക്കത്തുന്നതിനേക്കാൾ ചൂടാണ് പുകഞ്ഞു കത്തുന്നത്. അപ്പൊ ആ പുകഞ്ഞു കത്തുന്ന തീയാണ് ഈ അണയ്ക്കുന്നത്. അതിനെ ഏറ്റവും നല്ല തീർത്ത ജലാണ് നിങ്ങൾ. ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരോടും പറയാനുണ്ട്. ഞാൻ പരമാവധി പറ്റുന്ന ആൾക്കാരെല്ലാം ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ എല്ലാവരും സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ആക്റ്റീവ് ലിസണിങ് ആൻഡ് ഹിയറിംഗ്, ആക്റ്റീവ് ഇന്ററാക്ഷൻ. നല്ലൊരു സെഷനുമായിട്ട് നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത സെഷനിൽ കാണാം തീർച്ചയായിട്ടും. Hope you all are doing well. Have a nice day. Wonderful day. എല്ലാം മനോഹരമായി ഭവിക്കും. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പോയി എന്ന് വിശ്വസിക്കുക. നല്ല നല്ല കുറെ മൊമെന്റ്സ് നമ്മുടെ മുന്നിൽ ഇനിയും ഉണ്ട്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. നഷ്ടപ്പെട്ടു പോയതിനെ പേരെന്താണ്? ആയിഷ അനൂദ്. ആയിഷ അനൂദ്. ആയിഷ അനൂദ്. ഓക്കെ, ദെൻ താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. താങ്ക് യു മാം. Thank you so much. താങ്ക് യു മാഡം. താങ്ക് യു. താങ്ക് യു.